ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും തകർക്കപ്പെടുമ്പോൾ, മതേതരത്വത്തിന് മരണമണി മുഴങ്ങുമ്പോൾ രാജ്യത്തെ രക്ഷിക്കാൻ ഐക്യകാഹളം മുഴക്കി ഒരുമിച്ച് പോകുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ സഖ്യം ഇന്ത്യ. ജനാധിപത്യ മര്യാദകൾ ലംഘിച്ചുള്ള പോക്കാണ് മോദി ഭരണകൂടത്തിൻ്റെതെന്ന് അനുദിനം തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെതിരെ മാത്രമല്ല, രാഷ്ട്രശരീരത്തിൻ്റെ മതേതര മുഖം നിലനിർത്താൻ ഐക്യമല്ലാതെ മറ്റു മാർഗമില്ലെന്ന് ഒരിക്കൽ കൂടി രാംലീലയിലെ കൂട്ടായ്മ വിളിച്ചോതി. ആസന്നമായ തെരഞ്ഞെടുപ്പിൽ ഐക്യത്തിൻ്റെ കരുത്ത് ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രതീക്ഷ പകരുന്നതാണോ? ഇന്നത്തെ ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഇന്ത്യക്ക് കരുത്തായോ മഹാറാലി? ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് സേനാപതി വേണു, BJP നേതാവ് അഡ്വക്കേറ്റ് P കൃഷ്ണദാസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ A സജീവൻ എന്നിവരാണ്. എല്ലാവർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. ഒരു കവിതയുണ്ട് വയലാറിൻ്റെ, ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനൻ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ എന്ന് പണ്ട് വയലാർ പാടിയതാണ്. ഇന്ന് നരേന്ദ്രമോദി അത് തിരുത്തിക്കുറിച്ചുകൊണ്ട് പാടുകയാണ്. അഴിച്ചുവിട്ട കുതിരകൾ EDയും ആദായ നികുതി വകുപ്പും CBIയുമാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന വയലാറിൻ്റെ കവിതയെ മറിച്ചെഴുതുകയാണ് മോദി ഭരണകൂടം. ആസന്നമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മോദി സർക്കാരിന് മുന്നോട്ട് വയ്ക്കാനുള്ളത് EDയുടെയും ആദായ നികുതി വകുപ്പിൻ്റെയും CBIയുടെയും ഇടപെടലുകൾ മാത്രമാണ്. പ്രതിപക്ഷ പാർട്ടികളെ ഒന്നടങ്കം വേട്ടയാടുന്ന മോദി സർക്കാരിൻ്റെ നയത്തിനെതിരെയാണ് ഇന്ന് രാംലീല മൈതാനിയിൽ വലിയ തരത്തിലുള്ള മഹാറാലി നടന്നത്. ആ മഹാറാലിക്ക് ഇടയാക്കിയത് മോദി സർക്കാരിൻ്റെ ആ പ്രതിപക്ഷ വേട്ടയാടൽ തന്നെയാണ്. ഏത് സാഹചര്യത്തിലാണ് ഇന്ത്യ സഖ്യം രൂപം കൊണ്ടത്? അതിനേക്കാൾ വളരെ ഭീതിതമായ സാഹചര്യത്തിലേക്ക് രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. ആദ്യം ശ്രീ സേനാപതി വേണുവിലേക്കാണ്. സേനാപതി വേണു, ഒരുപക്ഷേ ഇന്നത്തെ മഹാറാലിയിൽ രാജ്യത്തെ എല്ലാ പ്രമുഖ പാർട്ടികളുടെയും നേതാക്കൾ അണിനിരന്ന് വല്ലാത്തൊരാത്മവിശ്വാസം പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യക്ക് രൂപം കൊടുക്കാൻ കഴിയുകയും ചെയ്തു. കോൺഗ്രസ് പല ഘട്ടങ്ങളിലും എടുത്ത നിലപാടുകൾ ഇന്ത്യ സഖ്യത്തിന് വിഘാതമാകുന്ന തരത്തിൽ, ഇന്ത്യ സഖ്യത്തിൻ്റെ ധാരണകളെ പൊളിക്കുന്ന തരത്തിലേക്ക് പല ഘട്ടങ്ങളിലും കോൺഗ്രസ് പെരുമാറിയിട്ടുമുണ്ട്. അത് കഴിഞ്ഞ ദിവസം ബീഹാറിലടക്കം തന്നെ സീറ്റ് വിഭജന ചർച്ചയുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞ് വരികയും ചെയ്തു. ഈ പ്രശ്നങ്ങൾ ഇരിക്കുമ്പോൾ തന്നെയും കോൺഗ്രസ്സിന് പ്രതീക്ഷയുണ്ട് ഇന്ത്യ മുന്നണി സഖ്യത്തിൽ. ഇന്നത്തെ റാലി കൂടുതൽ കരുത്ത് പകരുന്നതാണോ? സിജു, ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ്. അപ്പോൾ ആവശ്യം വരുമ്പോൾ ചില കാര്യങ്ങൾ അതുണ്ടായേ മതിയാവും. അതൊരു കാലത്തിൻ്റെ ഒരു പ്രകൃതി നിയമമാണ്. ഇവിടെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ട് ഇന്ത്യയിലെ 30ഓളം പ്രതിപക്ഷ കക്ഷികൾ രാംലീല മൈതാനിയിൽ ഇന്ന് ഒത്തുകൂടേണ്ടതായിട്ട് വന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം മറ്റൊന്നുമില്ല. എല്ലാ കക്ഷികൾക്കും നേരെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ആക്രമണത്തിൻ്റെ എല്ലാം പൊതുവായ ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ: പ്രതിപക്ഷത്തെ ദുർബലപ്പെടുത്തുക. അങ്ങനെ ദുർബലപ്പെടുത്തിയതിന് ശേഷം തങ്ങൾ മാത്രം അധികാരത്തിലേക്ക് കടന്നു വരിക എന്നുള്ള ഒരു നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ. അപ്പോൾ അതിനെതിരെ യോജിക്കേണ്ടത് ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ കക്ഷികളുടെയും, അതല്ല എങ്കിൽ BJP ഇതര ജനാധിപത്യ മതേതര കക്ഷികളുടെയും ആവശ്യമായി മാറിയിരിക്കുന്നു. അങ്ങ് പറഞ്ഞതിൽ വസ്തുതാപരമായ ഒരു പെശകുണ്ട് ആദ്യം തന്നെ പറഞ്ഞതിൽ. അത് ഞാൻ ആവർത്തിക്കുകയാണ്. ഇന്ത്യ സഖ്യത്തിനെ ദുർബലപ്പെടുത്തുവാനുള്ള ഒരു നീക്കവും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇന്ത്യ സഖ്യത്തെ ശക്തിപ്പെടുത്താനുള്ള നീക്കമാണ് കോൺഗ്രസ് എല്ലാ കാലഘട്ടത്തിലും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 425 സീറ്റിൽ മത്സരിച്ച ഞങ്ങൾ അത് 255 ചുരുക്കിയതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, വിജയസാധ്യതയെ മാത്രം അടിസ്ഥാനമാക്കിക്കൊണ്ട് BJPയെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാനുള്ള സ്ട്രാറ്റജി, ആ സ്ട്രാറ്റജി ഇന്ത്യയിൽ ഉടനീളം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ത്യ മുന്നണി രൂപീകരിക്കുകയും ആ മുന്നണി രൂപീകരണത്തിൽ അർഹമായ രീതിയിൽ ഘടകകക്ഷികൾക്ക് അവർക്ക് സീറ്റ് കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ബീഹാറിൽ നിതീഷ് കുമാർ ഒരിക്കലും ഇന്ത്യ സഖ്യത്തിന്റെ രൂപീകരണ ഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ
2022 മാത്രമാണ് അദ്ദേഹം ഇന്ത്യ സഖ്യത്തിലേക്ക് വന്നിട്ടുള്ളത്. അത് 2 വർഷക്കാലം അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം പഴയ ലാവണത്തിലേക്ക് തിരിച്ചു പോകുന്ന സ്ഥിതിവിശേഷമാണ്. ഒരിക്കലും ഒരു രാഷ്ട്രീയ സ്ഥിരത കാണിച്ചിട്ടുള്ള ഒന്നല്ല ബീഹാറിലെ നിതീഷ് അതല്ല കുമാറിന്റെ ശ്രീ രാഷ്ട്രീയം. സേനാപതി വേണു, നമുക്കിപ്പോ ആ കഴിഞ്ഞ രാഷ്ട്രീയം നമുക്കറിയാം ഏത് സാഹചര്യത്തിലാണ് കോൺഗ്രസ് നിലപാട് മാറ്റിയത്. ഇന്ത്യ സഖ്യ രൂപീകരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകൾ, ആ തെരഞ്ഞെടുപ്പിലേറ്റ വലിയ തിരിച്ചടികൾ, ഉത്തർപ്രദേശിലടക്കം നിങ്ങളെടുത്ത നിലപാടുകൾ വലിയ തിരിച്ചടി ഉണ്ടാക്കി. കഴിഞ്ഞ ഏറ്റവും ഒടുവിലായി പറഞ്ഞാൽ ബീഹാറിൽ നിങ്ങൾ സീറ്റ് ചർച്ചകളിൽ വല്ലാത്ത കടുംപിടുത്തം പിടിച്ചു. ഒടുവിൽ 9 സീറ്റിൽ ഒതുങ്ങേണ്ടി വരികയും ചെയ്തു. ഇന്നലെ തന്നെ അരുണാചൽ പ്രദേശിൽ സംഭവിച്ചത് എന്താണ്? നിങ്ങൾ പറഞ്ഞു ആരെയാണ് നിങ്ങൾ നേരിടുന്നത്. അരുണാചൽ പ്രദേശിൽ നിങ്ങൾ 10 സീറ്റുകളിലാണ് സ്ഥാനാർത്ഥികളെ നിർത്താതിരുന്നത്. അതെന്താണ്? എങ്ങനെയാണത് സംഭവിക്കുന്നത്? നിങ്ങൾക്ക് BJPയെ നേരിടാൻ കരുത്തില്ല. നിങ്ങൾ പല സംസ്ഥാനങ്ങളിലും ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ BJPയെ നേരിടാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാവുകയാണ് ഇന്നലെ അരുണാചൽ പ്രദേശിൽ സംഭവിച്ചത്. എന്തുകൊണ്ട് നിങ്ങൾ അവിടെ സ്ഥാനാർത്ഥികളെ നിർത്തിയില്ല 10 സീറ്റുകളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? അല്ല, അരുണാചൽ പ്രദേശിൽ ഞങ്ങൾ അവിടെ ഒരു പ്രധാന കക്ഷിയല്ല. ഞങ്ങളെക്കാൾ വലിയ കക്ഷികൾ അവിടെ മറ്റ് കക്ഷികളുണ്ട്, പ്രാദേശികമായിട്ടും അല്ലാതെയും. അരുണാചൽ പ്രദേശിൽ ഞങ്ങളൊരു പ്രധാനപ്പെട്ട കക്ഷിയല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങൾ അവിടെ എന്താ പറഞ്ഞ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട കക്ഷി അല്ലാത്തത് കൊണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് എന്താ പറഞ്ഞ അവിടെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിനോ അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിനോ അരുണാചൽ പ്രദേശിന്റെ പ്രത്യേകമായ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഞങ്ങളെക്കാൾ വലിയ പ്രാദേശിക കക്ഷികളും അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളും ഒക്കെ അവിടെയുണ്ട്. അവരാരും ആ രംഗത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് അവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം. പക്ഷേ ഇന്നത്തെ നമ്മുടെ റാലിയുടെ ഒരു പ്രത്യേകത, ഡൽഹിയിലെ രാംലീല മൈതാനിയിലെ റാലിയുടെ ഒരു പ്രത്യേകത, 2024 നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPയുടെ 400 എന്ന ലക്ഷ്യം, അല്ലെങ്കിൽ 370 BJPക്ക് സ്വന്തമായും NDA മുന്നണിക്ക് 400 എന്ന ലക്ഷ്യം, ആ 400 എന്ന ലക്ഷ്യവുമല്ല 370 എന്ന ലക്ഷ്യവുമല്ല. ഇപ്പൊ നിലവിലുള്ള 303 സീറ്റുകളിൽ ഒരു 50 സീറ്റുകൾ അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാൻ പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ ഉടനീളമുണ്ട്. പുതുതായി അവർക്ക് സീറ്റുകൾ കിട്ടാനുള്ള സാഹചര്യങ്ങളില്ല നിലവിലെ അവരുടെ കയ്യിലുള്ള സീറ്റുകളിൽ നിന്ന്. അത് നിശ്ചയമായിട്ട് ഞങ്ങൾ പറയുന്നു, അത് കർണാടകത്തിൽ നിന്ന് ഒരു 20 സീറ്റ് നിശ്ചയമായിട്ടും BJPയുടെ നിലവിലെ അക്കൗണ്ടിൽ കുറവ് വരും, ഒരു സംശയവും വേണ്ട. അതുപോലെ തന്നെ തെലങ്കാനയിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 7-8 സീറ്റുകളുടെയെങ്കിലും കുറവുകൾ അവിടെ. അവർക്കിപ്പോ 3 ഉള്ളൂ സീറ്റ്. പക്ഷേ തീർച്ചയായും ഈ കണക്കുകളിലേക്കൊക്കെ നമുക്ക് വരാം ശ്രീ സേനാപതി വേണു. ഇപ്പോൾ BJP പ്രതിനിധി അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ് നമ്മോടൊപ്പം ചേരുകയാണ്. P. കൃഷ്ണദാസ്, ഈ ദില്ലിയിൽ രാംലീല മൈതാനിയിൽ നിന്ന് നടന്ന ഇന്നത്തെ മഹാറാലി, ആ മഹാറാലിയിലേക്ക് എത്തിച്ചേർന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഇന്ത്യ സഖ്യം രൂപം കൊടുത്ത ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. നിങ്ങൾ പിന്തുടരുന്ന BJP പിന്തുടരുന്ന വിഭജന രാഷ്ട്രീയത്തിനെതിരെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി നേരിടുക എന്നുള്ള ഒരു രാഷ്ട്രീയ താല്പര്യം അവിടെ ഉണ്ടായിരുന്നു. ഇന്നത്തെ റാലിയുടെ ലക്ഷ്യം മറ്റൊന്നു കൂടിയാണ്. അത് നിങ്ങൾ പ്രതിപക്ഷത്തെ വേട്ടയാടുന്നു. ED, ആദായനികുതി, CBI, ഈ ഏജൻസികളെ, കേന്ദ്ര ഏജൻസികളാണ് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരകർ. അതാണ് നിങ്ങളുടെ വലിയ പ്രചാരണായുധം. തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അതാണ്. നിങ്ങൾക്കിതല്ലാതെ മറ്റു മാർഗങ്ങളില്ലേ ഇന്ത്യയിൽ വോട്ടർമാരെ നേരിടാൻ, പ്രതിപക്ഷ പാർട്ടികളെ നേരിടാൻ? രാഷ്ട്രീയം പറയലല്ലാതെ നിങ്ങൾക്കിത് മാത്രമേ നിങ്ങളുടെ മുന്നിലുള്ള മാർഗങ്ങളുള്ളൂ? നമ്മൾ ചർച്ച നടത്തുന്നത് കേരളത്തിലിരുന്നു കൊണ്ടാണല്ലോ. അതുകൊണ്ട് ഇന്നത്തെ ഡൽഹിയിലെ റാലിയോടുകൂടി കേരളത്തിലെ UDFും LDFും കേരളത്തിലെ ജനങ്ങളോട് തുറന്നു പറയണം, തങ്ങൾ ഒറ്റ കക്ഷികളായിട്ടാണോ മത്സരിക്കുന്നത് അതോ 2 സംവിധാനങ്ങളായിട്ടാണോ മത്സരിക്കുന്നത് എന്ന് തുറന്നു പറയാനുള്ള ആർജവം കാണിക്കണം. ഡൽഹിയിൽ ഒരു നിലപാടും കേരളത്തിൽ മറ്റൊരു നിലപാടും എടുക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയത്തിന് ചേർന്നതാണോ എന്നുള്ളത് ഉറക്കെ ചിന്തിക്കേണ്ട സാഹചര്യമാണ്. ഈ ശ്രീ കൃഷ്ണദാസ്, ഈ രാഷ്ട്രീയത്തിന് ചേരുന്നതാണോ BJP രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്? തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് 1560 കോടിയോളം പിഴ അടയ്ക്കാൻ കൊടുക്കുക, CPMന്, CPIക്ക്, AAPയിലെ എല്ലാ മന്ത്രിമാരെയും പിടിച്ച് അകത്തിടുക, ഇത്തരത്തിൽ ഇതാണോ രാഷ്ട്രീയ മര്യാദ? ആ രാഷ്ട്രീയ മര്യാദ ഉള്ളവരാണോ നിങ്ങൾ കേരളത്തിലെ UDFനെയും LDFനെയും കുറിച്ച് പറയുന്നത്? നിങ്ങൾ പുലർത്തുന്ന രാഷ്ട്രീയ മര്യാദയാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഡൽഹിയിലെ എല്ലാ മന്ത്രിമാരും ജയിലിലല്ല. ഡൽഹിയിൽ അഴിമതിക്ക് കൂട്ടുനിന്നും അഴിമതിക്ക് നേതൃത്വം കൊടുത്തു എന്ന് പറയുന്ന ആളുകൾ മാത്രമേ ജയിലിലായിട്ടുള്ളൂ. ഇനി എല്ലാ മന്ത്രിമാരും ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ആ വിവരങ്ങൾ
ഇഡിക്കോ അന്വേഷണ ഏജൻസികൾക്കോ കൈമാറേണ്ട അല്ല, നിങ്ങൾ കാര്യമാണ്. ഓരോ ബാക്കിയുള്ളവർക്ക് ദിവസവും ഓരോ മന്ത്രിമാരെ കഥകൾ കേട്ടാൽ രസകരമാണ്. അവിടെ ഒരു മന്ത്രിയെ കഴിഞ്ഞ ദിവസം കൈലാഷ് എന്ന് പറഞ്ഞ മന്ത്രിക്ക് നോട്ടീസ് നൽകുന്നത് അതിലുണ്ടായിരുന്ന വിജയൻ നായരുടെ വീടിൻ്റെ അടുത്ത് താമസിച്ചിരുന്ന മറ്റാരുടെ ആളാണ് എന്നുള്ള അർത്ഥത്തിലാണ് പിടിക്കുന്നത്. ഇങ്ങനെ വളരെ ബാലിശമായ വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇതാണ് നിങ്ങൾ പറയുന്ന രാഷ്ട്രീയ മര്യാദ. ഏതായാലും ഇപ്പോൾ ഇത് സംബന്ധിച്ച് താങ്കൾ നേരത്തെ ചോദിച്ച ചോദ്യമുണ്ട്, LDFും UDFും കാട്ടുന്ന മര്യാദ കേരളത്തെ സംബന്ധിച്ച്. അത് എനിക്ക് തോന്നുന്നു മറുപടി പറയാൻ CPIM നേതാവ് അഡ്വക്കേറ്റ് K. അനിൽകുമാർ കൂടി ചേരുന്നുണ്ട്. ശ്രീ K. അനിൽകുമാർ, അദ്ദേഹം ഉന്നയിച്ച ദില്ലിയിലെ രാംലീല മൈതാനം വിടൂ, ഇവിടെ കേരളത്തിൽ എന്താണ് നടക്കുന്നതെന്നുള്ള ചോദ്യമാണ് അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ് BJP നേതാവ് ചോദിച്ചിരിക്കുന്നത്. ആ ചോദ്യമാണോ ചോദിക്കേണ്ടത്? ഈ സാഹചര്യത്തിൽ BJP തുടരുന്ന ഈ പ്രതിപക്ഷ വേട്ടയ്ക്കെതിരെ പ്രതിപക്ഷ ഐക്യം എന്ന രീതിയിൽ മഹാറാലി നടക്കുമ്പോൾ അതൊരു വലിയ രാഷ്ട്രീയ കൂട്ടായ്മയായി ഒരുപക്ഷെ മോദി ഭരണകൂടത്തിന് വല്ലാത്ത പേടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ രൂപപ്പെട്ടു വരികയും ചെയ്യുന്നുണ്ട്. P. കൃഷ്ണദാസിന് താങ്കൾക്ക് നൽകാനുള്ള മറുപടി എന്താണ്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിരുന്നില്ല. എന്നോട് ചോദ്യം ചോദിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അഡ്വക്കേറ്റ് K. അനിൽകുമാർ, അല്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല. ഞാൻ അഭിപ്രായം പറയുന്നതിന് മുൻപേ ചോദ്യം ചോദിച്ച ഒറ്റ വാക്കിലുള്ള ഉത്തരമേ കേട്ടിരുന്നുള്ളൂ. പറയൂ, താങ്കൾ പറയൂ. ഡൽഹിയിലെ മന്ത്രിമാരെന്ന് പറയുന്നവർ അകത്തായിട്ടുള്ളവരെ കുറിച്ച് താങ്കൾക്ക് നന്നായി അറിയാമല്ലോ. നമ്മൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ പുറത്തു വരുന്ന വാർത്തകൾ. അതെന്തെങ്കിലും തെറ്റായ നടപടിയുടെ ഭാഗമായിട്ടാണെങ്കിൽ സ്വാഭാവികമായും കോടതി അവർക്ക് ജാമ്യം കൊടുക്കില്ലേ? അങ്ങനെയല്ലല്ലോ. എത്രയോ ദിവസങ്ങളായി അതിലെ പ്രതികൾ ജയിലിൽ കിടക്കുന്ന സാഹചര്യമുണ്ട്. നമ്മുടെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ എത്രയോ മന്ത്രിമാർ ജയിലിൽ കിടന്നിട്ടുണ്ട്. അപ്പൊ കേന്ദ്രത്തിൽ BJP എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യുന്നത് കൊണ്ടല്ല അവരകത്തായത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നടപടിയുടെ ഭാഗമായിട്ടല്ല അവരകത്തായത്. അവർ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തുന്ന ആൾക്കാരായതുകൊണ്ട് അകത്തായത്. അങ്ങനെയാണെങ്കിൽ ഇബ്രാഹിം കുഞ്ഞ് ജയിലിൽ പോയത് കേരളത്തിൽ LDF ഗവൺമെന്റ് മനഃപൂർവ്വമായി ചെയ്ത എന്തെങ്കിലും കാരണം കൊണ്ടാണ്? അല്ല, അത് കൃത്യമായി ശ്രീ കൃഷ്ണദാസ് തെളിവുണ്ടോ എന്നാണ് ചോദിച്ചത്. അരവിന്ദ് കെജ്രിവാളിനെതിരെ തെളിവുണ്ടായിരുന്നു ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ. അത് തമാശയായി തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ ചോദിച്ച ചോദ്യം എന്ന രീതിയിൽ പ്രചരിക്കുന്നതാണ്. എന്നാൽ ഞാൻ പറയുന്നു, കെജ്രിവാൾ പറയുന്നതാണ്, ഞാൻ പറയുന്നു ഈ പണം കൊണ്ടുപോയത് നരേന്ദ്രമോദിയും അമിത്ഷായുമാണെന്ന് പറഞ്ഞാൽ എന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദിക്കെതിരെ കേസെടുക്കും. ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ മറ്റ് മന്ത്രിമാർക്കെതിരെ ഇവിടെ കേസെടുത്തിരിക്കുന്നത്. ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ. അതെവിടെ തെളിവായിട്ട് കരുതാൻ കഴിയും? അല്ലല്ല, എനിക്ക് അങ്ങയോട് ഒറ്റ കാര്യമേ സൂചിപ്പിക്കാനുള്ളൂ. ഇതൊരു ചർച്ചയാണെങ്കിൽ എനിക്ക് ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള അവസരം വേണം. അങ്ങയുടെ നരേറ്റീവും അങ്ങയുടെ ചോദ്യവും കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഒറ്റവാക്കിൽ ഉത്തരം വേണമെന്നില്ല. അതിന് എനിക്ക് സമയം വേണമെന്നില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്ത് അഴിമതിയിൽപ്പെട്ടിട്ടുള്ള ആര് നേതൃത്വം കൊടുക്കുന്ന ഏത് ഗവൺമെന്റ് ഉണ്ടെങ്കിലും ആ ഗവൺമെന്റുകൾക്കെതിരെ എക്കാലവും നടപടി ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട കക്ഷിയായി സ്റ്റേജിലിരുന്നിരുന്ന RJDക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ലേ? RJDയുടെ മുഖ്യമന്ത്രിമാർ എത്ര കാലം ജയിലിൽ കിടന്നിട്ടുണ്ട്? ലാലു പ്രസാദ് യാദവ് എത്ര കാലമാണ് ജയിലിൽ കിടന്നത്? അവരുടെ മന്ത്രിമാർ എത്ര പേർ അകത്തു പോയിട്ടുള്ളത്? കോൺഗ്രസിന്റെ എത്രയോ നേതാക്കന്മാർ അകത്തു പോയിട്ടുണ്ട് അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പൊ രാജ്യത്ത് അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമായിട്ടൊരു നേതാവ് അകത്ത് പോകുന്നതല്ല. നിരവധി ആളുകൾ അകത്ത് പോയിട്ടുണ്ട്. നിരവധി ആളുകൾ ആരോപണ വിധേയരായിട്ടുണ്ട്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ആ തരത്തിൽ അഴിമതിയുടെ പേരിൽ അകത്തായിട്ടുള്ള നിരവധി നേതാക്കന്മാരുണ്ട്. അപ്പൊ അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. മറ്റൊന്ന്, അങ്ങ് പറഞ്ഞത് CBIയും EDയും സംബന്ധിച്ച് ഉള്ള നിലപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. എവിടെയാണ് CBIയും EDയും ഇൻകം ടാക്സും അടക്കമുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായത്? അഴിമതി നടത്തുകയും രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കാതിരിക്കുകയും തെറ്റായ വിവരങ്ങൾ നൽകുകയും ചെയ്യുമ്പോഴാണ്. കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ എന്തുകൊണ്ടാണ് കൃഷ്ണദാസ്, അത് തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് ഇത്തരത്തിൽ EDയും ഈ പറയുന്ന ആദായ നികുതി ടാക്സ് അടയ്ക്കാത്തതും നികുതി അടയ്ക്കാത്തതും രേഖകൾ കറക്റ്റ് ആക്കാത്തതും ബാങ്ക് അക്കൗണ്ട് ശരിയാക്കാത്തതും ഒക്കെ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അല്ലാതെ ഒരു ആരും ചോദ്യം ചോദിക്കുന്നില്ല. അഡ്വക്കേറ്റ് K. അനിൽകുമാർ, ഒരുപക്ഷെ ഈ P. കൃഷ്ണദാസ് ഉന്നയിച്ച ചില വിഷയങ്ങളുണ്ട്. ഈ ഇന്ത്യ സഖ്യത്തിലിരുന്ന പല നേതാക്കളും, കേരളത്തിലടക്കം പല നേതാക്കൾ ജയിലിൽ കിടന്നിട്ടില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിനെയും അദ്ദേഹം ന്യായീകരിക്കുകയാണ്. BJP നടത്തുന്ന, കേന്ദ്ര സർക്കാർ നടത്തുന്ന ഈ പ്രതിപക്ഷ വേട്ടയെ ന്യായീകരിക്കുകയാണ് കൃഷ്ണദാസ്. അഡ്വക്കേറ്റ് K. അനിൽകുമാർ. 1999 മുതൽ 2004 വരെ ഇന്ത്യയിൽ അധികാരത്തിൽ 6 കൊല്ലക്കാലം ഇരുന്ന അടൽ ബിഹാരി വാജ്പേയി സർക്കാർ, ആ സർക്കാരിനെ പുറത്താക്കണമെന്ന് ഇന്ത്യ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടിച്ചേർന്ന് ഒരു പ്രതിപക്ഷ മുന്നണി ആയില്ലെങ്കിൽ പോലും, ഇന്ത്യ മുന്നണി ആയിട്ടില്ലെങ്കിൽ പോലും ഒരു പൊതുബോധനം വികസിച്ചിരുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാരണം ഗുജറാത്തിലെ വംശഹത്യയാണ്, അക്കാലത്ത് കിടന്ന ന്യൂനപക്ഷ വേട്ടകളാണ്. അതിൻ്റെ തനിയാവർത്തനം മാത്രമല്ല, 10 കൊല്ലക്കാലം ഇന്ത്യ രാജ്യത്തെ സമ്പൂർണ്ണമായി തകർക്കുകയും ഒരു മതരാഷ്ട്ര നിർമ്മിതിയിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാൻ BJP തയ്യാറെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ആസുരമായ ഭാവത്തിൽ മണിപ്പൂരിൽ വന്നിരിക്കുകയാണ്.
ഇവിടെ ബഹുമാനപ്പെട്ട BJP പ്രതിനിധി പറയുമ്പോൾ നിയമവാഴ്ച ഉറപ്പുവരുത്താൻ വേണ്ടി നിങ്ങൾ ജയിലിലിടണം, മറ്റേ ചെയ്യണം, മറിച്ച് ചെയ്യണം എന്നെല്ലാം പറയുന്നു. അത് ഗുജറാത്തിൽ കണ്ടില്ലല്ലോ. ബിൽക്കിസ് ബാനു കേസിലെ പ്രതികളെ മോചിപ്പിച്ചപ്പോൾ നിയമവാഴ്ച വേണമെന്ന് നിങ്ങൾക്ക് തോന്നിയോ? മണിപ്പൂരിൽ സ്ത്രീകൾ മാനവക ചെയ്യപ്പെട്ടിട്ട് കേസെടുത്തില്ലല്ലോ. നിങ്ങൾക്ക് എന്താണ് നിയമവാഴ്ച ഉറപ്പുവരുത്താൻ തോന്നാതിരുന്നത്? ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് എല്ലാം കേരളത്തിൽ കേരളത്തിൽ FIR എടുക്കാതില്ല. കേരളത്തിലൊരു കേസിൽ FIR എടുക്കാതില്ല. മാത്രമല്ല, കേരളത്തിൽ നിയമവാഴ്ച സുഭദ്രമാണെന്ന് കേന്ദ്ര സർക്കാർ തന്നെ എത്രയോ അന്വേഷണ റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇന്ത്യ രാജ്യത്തിൻ്റെ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഞാൻ ആധികാരികമായിട്ട് പറയുന്ന കാര്യം എന്താണ്? ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ BJP പുറത്താക്കുന്നതിന് 2004 പരിശ്രമിച്ചതുപോലെ 2024 തയ്യാറെടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ മാതൃകയുണ്ട്. 2004 മാതൃക എന്താണ്? പരസ്പരം മത്സരിച്ചവർ ഡൽഹിയിലെത്തി അവിടെ BJPക്കെതിരായി ഒരുമിച്ചു. അതാണ് 2004 UPA 1. 2024 മാതൃക എന്താണ്? തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇന്ത്യ രാജ്യത്തെ 28 പാർട്ടികൾ ഒരുമിച്ചിരിക്കുന്നു. അവർ പറയുന്നു ഞങ്ങൾ പഞ്ചാബിൽ മത്സരിക്കും, പക്ഷേ പഞ്ചാബിൽ ജയിച്ചു വന്നാൽ ജയിച്ചു വരുന്നവർ BJPക്കെതിരെ നിൽക്കും. ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും പരസ്പരം മത്സരിക്കും. അങ്ങനെ പരസ്പരം മത്സരിക്കുന്നൊരു സ്ഥലമാണ് ബംഗാൾ, പരസ്പരം മത്സരിക്കുന്നൊരു സ്ഥലമാണ് ഇപ്പോൾ നമ്മുടെ കേരളം. ഈ സംസ്ഥാനങ്ങളിൽ നിങ്ങൾ പരസ്പരം മത്സരിച്ചാലും ജനങ്ങളോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്, മോദിക്കെതിരായിട്ട് വോട്ട് ചെയ്തോളൂ. ആ വോട്ട് ചെയ്യുമ്പോൾ സേഫായിട്ട് വോട്ട് ചെയ്യാൻ പറ്റിയത് ഇടതുപക്ഷത്തിലാണ്. ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഉപ്പാണ്. ഉപ്പില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഉപ്പാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയം ഒരു പ്രത്യയശാസ്ത്ര ദൃഢത ഇന്ത്യക്ക് നൽകും. ഒരു മതരാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള BJPയുടെ അജണ്ടയ്ക്ക് പ്രത്യയശാസ്ത്രപരമായ ചെറുത്തുനിൽപ്പിൻ്റെ കേന്ദ്രമാണ് ഇടതുപക്ഷം. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ 2004 പോലെ 2024 ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. പിന്നെ ഇവിടെ പറയുന്നുണ്ടല്ലോ അഴിമതിക്കാരായ നേതാക്കളെല്ലാം ജയിലിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആസാമിലെ മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിലിടാം, മഹാരാഷ്ട്രത്തിലെ നമ്മുടെ ഇപ്പോഴത്തെ അവിടുത്തെ പ്രഫുൽ പട്ടേലിനെ പിടിച്ച് ജയിലിലിടാം, അതുപോലെ തന്നെ അശോക് ചൗഹാനെ പിടിച്ച് ജയിലിലിടാം, നാരായൺ റാണയെക്കുറിച്ച് ജയിലിലിടാം. ഈ നേതാക്കന്മാരെക്കുറിച്ചെല്ലാം നിങ്ങൾ BJPക്കാർ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ വേണേൽ അങ്ങോട്ട് ഞാൻ പറഞ്ഞു തരാം. എന്താ നിങ്ങളുടെ ആഫീസിനകത്ത് വാഷിംഗ് മെഷീൻ ഉണ്ടോ? EDയും അതുപോലെ തന്നെ ഇവിടുത്തെ CBIയും അതുപോലെ തന്നെ മറ്റ് അന്വേഷണ ഏജൻസികൾ പ്രത്യേകിച്ച് ഇൻകം ടാക്സുകാരും റെയ്ഡ് നടത്തുക. റെയ്ഡ് നടത്തി കഴിയും പിന്നെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ റെയ്ഡ് നടത്തിയ സ്ഥലത്തെല്ലാം നിങ്ങൾ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിക്കും. നിങ്ങൾ സാന്തിയോഗ മാർട്ടിൻ്റെ ഫ്യൂച്ചർ ഗെയിമിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിച്ചില്ലേ? അവിടെ ED റെയ്ഡ് ഉണ്ടായിരുന്നില്ലേ? ED റെയ്ഡിന് ശേഷമല്ലേ കാശ് വാങ്ങിച്ചത്? വേദാന്തയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിച്ചു, അതിന് ശേഷം റെയ്ഡിന് ശേഷമല്ലേ അവിടുന്ന് പൈസ വാങ്ങിച്ചത്? എത്രയോ സ്ഥാപനങ്ങൾ നിങ്ങൾ റെയ്ഡ് നടത്തി. അദാനിയുടെ കമ്പനി ഒഴിച്ചുള്ള മുഴുവൻ കമ്പനികൾ റെയ്ഡാണ്. അവിടെ നിന്നെല്ലാം കാശ് വാങ്ങിക്കുകയാണ്. അപ്പോൾ ഈ രാജ്യത്ത് കൃഷ്ണദാസ്, ഒരുപക്ഷേ അനിൽകുമാർ ചോദിച്ച വളരെ പ്രസക്തമായ ചോദ്യമാണ്. താങ്കൾ പറഞ്ഞത് ഇത് കഴിഞ്ഞ തവണ നമ്മൾ ചർച്ച ചെയ്താണല്ലോ. സാന്റിയാഗോ മാർട്ടിൻ്റെ 2 കോടിയുടെ പണം വാങ്ങിയത് അത് അനിൽകുമാർ മറുപടി പറയും. പക്ഷേ ഇവിടെ ഉയരുന്നത് 22,000 കോടി അഴിമതിയുടെ ഇലക്ട്രൽ ബോണ്ടിന്റെ അഴിമതിയാണ്. അനിൽകുമാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയം അജിത് പവാറിന്റെ 25,000 കോടിയുടെ അഴിമതി എങ്ങനെയാണ് BJPയിൽ ചേരുന്നതിന്റെ പിറ്റേന്ന് അഴിമതിയല്ലായി മാറുന്നത്? അശോക് ചവാന്റെ അഴിമതി എങ്ങനെ അഴിമതിയല്ലായി മാറുന്നു? ഇതൊക്കെ എങ്ങനെയാണ് മാറുന്നത്? എനിക്കൊന്ന് പറയാനുണ്ട്. ഇലക്ട്രൽ ബോണ്ട് എനിക്കൊരു കാര്യം ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്ന നിയമപരമായി നടപ്പാക്കുന്ന നടപടിയുടെ ഭാഗമായിട്ടല്ലേ ഇലക്ട്രൽ ബോണ്ട് ഉണ്ടായത്. അല്ല, ശ്രീ അനിൽകുമാർ പറയൂ, താങ്കൾ പറയൂ, ആ വാദം പൂർത്തിയാക്കൂ താങ്കൾ. ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നിങ്ങൾ ഡൽഹി മദ്യനയ കേസ് പറയുന്നു. എന്താ ഡൽഹി മദ്യനയ കേസ്? ഡൽഹിയിലെ മദ്യനയം മാറ്റുന്നതിന് വേണ്ടി അവിടുന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് ഗോവയിലെ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചു. ഇതാണല്ലോ നിങ്ങളുടെ കേസ്. നിങ്ങൾ ആ പണം കൊടുത്തു എന്ന് പറഞ്ഞ വ്യക്തിയുടെ നിന്ന് പണം പിടിച്ചിട്ടുണ്ടോ? ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാരുടെ നിന്ന് പണം പിടിച്ചിട്ടുണ്ടോ? ഒരു പണവും പിടിച്ചിട്ടില്ല. നിങ്ങളീ പറയുന്നതൊക്കെ ഉള്ളൂ. മാത്രമല്ല, നിങ്ങളൊരു മാപ്പുസാക്ഷി അവതരിപ്പിച്ചു. ആ മാപ്പുസാക്ഷി അയാളാണ് പണം കൊടുത്തതെന്ന് പറയുന്നത്. അയാളുടെ നിങ്ങൾ 59 കോടി രൂപയുടെ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിച്ചു. നിങ്ങൾ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിച്ചിട്ട് അത് തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നു. ആം ആദ്മി പാർട്ടി പണം വാങ്ങിച്ച് തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നു. ഇതിലേതാ നിങ്ങൾക്ക് കുറ്റം? നിങ്ങൾ ഇന്ത്യ രാജ്യത്തിനകത്ത് നിയമവ്യവസ്ഥയ്ക്കകത്ത് കളങ്കമുണ്ടാക്കാൻ എന്താ കളങ്കം ഉണ്ടാക്കിയത്? ഏറ്റവും പ്രധാനപ്പെട്ട കളങ്കം എന്ന് പറയുന്നത് 10 കോടി രൂപ ലാഭമാണെങ്കിൽ 100 കോടി രൂപ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ബോണ്ട് കിട്ടുന്ന വിധം നിങ്ങൾ കമ്പനി നിയമം മാറ്റിയില്ലേ?
ഒരു സ്ഥാപനം ലാഭത്തിൻ്റെ 7.5% മാത്രമേ സംഭാവന കൊടുക്കാവൂ. നിങ്ങൾ അതിനുവേണ്ടി എന്ത് ചെയ്തു? ലാഭം ഇല്ലെങ്കിലും സംഭാവന കൊടുക്കാൻ വേണ്ടി വ്യവസ്ഥ ഉണ്ടാക്കി. അങ്ങനെ അദാനിയുടെ ഷെൽ കമ്പനികളിലൂടെ നിങ്ങൾ ഇഷ്ടം പോലെ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിച്ചു. നിങ്ങൾ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയെല്ലാം നിങ്ങൾക്ക് വേണ്ടി പരുവപ്പെടുത്താൻ ശ്രമിച്ചു. എന്നിട്ട് പ്രതിപക്ഷ നേതാക്കന്മാർ ടാക്സ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, നിർമ്മല സീതാരാമൻ്റെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് മറ്റ് പാർട്ടികളുടെ പേര് നടപടിയെടുത്തല്ലോ. ഞാൻ കൃത്യമായിട്ട് ചോദ്യം ചോദിക്കുക, 2004 45 കോടി രൂപ നിങ്ങൾ കണക്ക് കാണിച്ചിട്ടില്ല. BJP കണക്ക് കാണിക്കാത്ത 45 കോടി രൂപയുണ്ട്. ഇപ്പം അതിൻ്റെ പിഴ ഈടാക്കാൻ കഴിഞ്ഞാൽ ഏതാണ്ട് 4200 കോടി രൂപ നിങ്ങൾക്ക് പിഴ വേണം. എന്താ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് BJPക്ക് പിഴ ഇടാത്തത്? കണക്ക് കാണിക്കാത്തതിൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ പിഴ ഇടേണ്ടത് BJPക്കല്ലേ. ഇനി നിങ്ങളുടെ നേതാവ് ധർമ്മരാജൻ കൊടകര കുഴൽപ്പണമായിട്ട് 1,23,00,000 43 രൂപ പിടിച്ചില്ലേ? നിങ്ങളുടെ നേതാക്കന്മാരുടെ കയ്യിൽ കുഴപ്പണമല്ലായിരുന്നോ? സുരേന്ദ്രൻ്റെ ശബ്ദം നമ്മൾ കേട്ടില്ലേ? 25 ലക്ഷം രൂപ കൊണ്ട് നടക്കുന്നതിൻ്റെ വിഷമം. നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ ശബ്ദമാണ് നമ്മൾ കേട്ടത്. 25 ലക്ഷം രൂപ കൈക്കൂലി CK ജാനുവിന് കൊടുക്കാൻ കൊണ്ടു നടക്കുന്നതിൻ്റെ പാട്. അപ്പോൾ കള്ളപ്പണം നിങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾ പെട്ടെന്നൊരു മാന്യത എടുത്തണിയുന്നത് ശരിയല്ല. അതുകൊണ്ട് ഒരു കാര്യത്തിൽ നന്ദിയുണ്ട്. നന്ദി എന്താണെന്നറിയാമോ? നിങ്ങൾ രാമക്ഷേത്രമൊക്കെ പറഞ്ഞ് വികാരമൊക്കെ ഉണ്ടാക്കി വിശ്വാസത്തിൻ്റെ പേര് നാട്ടുകാരെ പറ്റിക്കാനിരിക്കുകയായിരുന്നു. പക്ഷേ നിങ്ങളുടെ ഉന്നം തെറ്റിപ്പോയി. നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ അജണ്ട കയ്യിൽ നിന്ന് പോയി. നിങ്ങളുടെ എല്ലാ അജണ്ടകളും കയ്യിൽ നിന്ന് പോയി. ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷം ഒരുമിച്ചിരിക്കുന്നു. BJP എന്ന് പറയുന്ന പാർട്ടി ഒറ്റപ്പെട്ടിരിക്കുന്നു. BJPയെ പുറത്താക്കും തരത്തിലേക്കുള്ള ഒരു ജനമുന്നേറ്റം ഇന്ത്യ രാജ്യത്ത് സാധ്യമായിരിക്കുന്നു. ശ്രീ അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ A. സജീവൻ കൂടി ചേരുന്നത്. A. സജീവൻ, ഈ ഇന്ത്യ സഖ്യം രൂപപ്പെട്ട രാഷ്ട്രീയ സാഹചര്യം നമ്മൾ കണ്ടു. ഇന്ന് രാംലീല മൈതാനിയിൽ വല്ലാത്തൊരു സീതാറാം യെച്ചൂരി CPM ജനറൽ സെക്രട്ടറി പറഞ്ഞത് ഒരു പോരാട്ട ചരിത്രം ഇവിടെ കുറിക്കുകയായിരുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് അവർ അവിടെ എത്തിച്ചേർന്നതെന്നുള്ളതും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാർ ഒരുമിച്ച് കൈകോർത്ത് ഐക്യകാഹളം മുഴക്കിയത് എങ്ങനെയെന്നും രൂപപ്പെട്ടതെന്ന് നമ്മൾ കാണുകയും ചെയ്തു. ഇവിടെ BJP പറഞ്ഞുകൊണ്ടിരുന്നത് 400 സീറ്റ്, നരേന്ദ്രമോദി പറഞ്ഞ് ഇത്തവണ 400 സീറ്റ് ഞങ്ങൾ ജയിക്കുമെന്നുള്ളതാണ്. 400 സീറ്റ് ജയിക്കാൻ സാധ്യതയുള്ളവർ, അത്ര ആത്മവിശ്വാസമുള്ളവർ കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണ്? ഇലക്ട്രൽ ബോണ്ടിന് സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം രാജ്യത്ത് മോദി ഭരണകൂടം കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടു പിന്നാലെ CAA വരുന്നു, ED വരുന്നു, CBI വരുന്നു, IT റെയ്ഡ് വരുന്നു. രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളൊക്കെ സാമ്പത്തികമായി കൂടി ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. താങ്കൾ എങ്ങനെയാണ് ഇന്നത്തെ റാലിയെ കാണുന്നത്? പ്രതിപക്ഷത്തിൻ്റെ ഈ ഒരു കൂട്ടായ്മ ജനാധിപത്യ വിശ്വാസികൾക്ക് വല്ലാത്ത കരുത്ത് പകരുന്നുണ്ടോ? ഇന്നത്തെ ഡൽഹി റാലി നടക്കുന്നതിന് മുമ്പ് നമുക്കെല്ലാവർക്കും നിരാശയുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് പേരിന് മാത്രമുള്ള ഒരു സഖ്യമായിട്ട് മാറുമോ എന്നുള്ളത്. പക്ഷെ ഇന്ന് അത് ഡൽഹിയിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. എല്ലാവരും മറ്റെല്ലാം മറന്നുകൊണ്ട്, അതാണ് സഖ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാവരും മറ്റുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്നുകൊണ്ട് രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ നയവ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഒന്നിക്കുന്ന ഒരവസ്ഥ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഉണ്ടാവും എന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്നുണ്ടായി. ഇത് മാത്രം പോരാ, ഇതിനപ്പുറത്തേക്ക് കൂടി ഇനി പോകേണ്ടതുള്ളൂ. ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വളരെ കുറഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുപ്പിനുള്ളത്. ഇതിനിടയിൽ ഇനി വളരെ ശക്തമായിട്ട് മുന്നോട്ടേക്ക് പോവുക മാത്രമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇവിടെ ഒരു കാര്യം, നേരത്തെ താങ്കൾ സേനാപതി വേണുവിന്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യം, കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായിട്ടൊരു വീഴ്ചയുടെ കാര്യം. അദ്ദേഹം പറഞ്ഞു അങ്ങനെ സംഭവമേ ഉണ്ടായില്ല എന്ന് പറഞ്ഞു. നിതീഷ് കുമാറിനെ കുറിച്ച് അദ്ദേഹത്തെ ശരിയല്ല, അദ്ദേഹത്തിന്റെ നിലപാട് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ഇന്ത്യ സഖ്യത്തിന് തുടക്കം കുറിച്ച ആള് നിതീഷ് കുമാർ ആയിരുന്നു. ഞാൻ പറയാൻ കാരണം, ഇന്ന് ഡൽഹിയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഈ ഒരു ഐക്യപ്പെടൽ ഉണ്ടല്ലോ, ശരിയായ രൂപത്തിലുള്ള ഐക്യപ്പെടൽ, ഇത് കുറച്ച് മുമ്പ്, അതായത് ഇന്ത്യ സഖ്യം രൂപീകരിച്ച ആ ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ നിതീഷ് കുമാർ ഇതിന്റെ മുഖ്യ കഥാപാത്രമായിട്ട്, മുഖ്യ നായകന്മാരിൽ ഒരാളായിട്ടുണ്ടാകുമായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, നേരത്തെ താങ്കൾ സേനാപതിയോട് ചോദിച്ചത് അതേ ചോദ്യം. ഇവിടെ ഇന്ത്യ സഖ്യം രൂപീകരിച്ച ആ ഘട്ടത്തിൽ തന്നെയാണ് 4 നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത്. ആ സമയത്ത് കോൺഗ്രസ് ഈ സഖ്യത്തിന്റെ രൂപീകരണവും സഖ്യത്തിനെ ശക്തിപ്പെടുത്താനുള്ള ശ്രമവും ഉപേക്ഷിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലേക്ക് മാത്രം നീങ്ങിയപ്പോ അന്ന് വളരെ സങ്കടത്തോടു കൂടിയിട്ട് നിതീഷ് കുമാർ പറഞ്ഞ വാക്കുകൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. കോൺഗ്രസിന് സഖ്യം രൂപീകരിച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ താഴെ ഇറക്കാനുള്ള ആർജവമല്ല ഉള്ളത്, അവർക്ക് അതിൽ താല്പര്യമല്ല ഉള്ളത്. എങ്ങനെയെങ്കിലും 4 സീറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടണം, അതിനു വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണെന്ന് പറഞ്ഞു. കോൺഗ്രസ് അങ്ങനെ ചെയ്തു. അത് വീഴ്ചയായി. സത്യത്തിൽ നമ്മൾ നോക്കേണ്ടത്, അടിയന്തരാവസ്ഥ കാലത്ത്
ഇത് ഇപ്പോഴത്തെ രൂപത്തിൽ പോലും അല്ല. ഇതേ ബീഹാറിൽ നിന്ന്, നിതീഷ് കുമാറിന്റെ നാട്ടിൽ നിന്ന് അവിടെ ഉണ്ടായ വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് പിന്നീട് ക്രമേണ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ ബീഹാറിലും പിന്നീട് മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ശക്തി പ്രാപിച്ചിട്ട് ഇന്ത്യ മുഴുവൻ അലയടിച്ച് കേരളത്തെ മാറ്റിയെടുത്താണ്. കേരളത്തെ അലയടിച്ചു എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന്റെ പ്രത്യേകത എന്തായിരുന്നു? അന്ന് ഇപ്പൊ നേരത്തെ കൃഷ്ണദാസൻ ഒരു പ്രതിചോദ്യം ചോദിച്ചു. കാരണം നിങ്ങളിപ്പോ എന്തുകൊണ്ടാണ് കേരളത്തില് രണ്ടുപേരും ഒരേ ഐക്യത്തിലാണോ മത്സരിക്കുന്നതൊക്കെ? അതിന്റെ ആവശ്യമേ ഇല്ല. അക്കാലത്ത് പിന്നെ ജനസംഘവും ABVP-യും CPM-ഉം എല്ലാവരും ഒറ്റ ലക്ഷ്യത്തിന് മറ്റെല്ലാം മാറ്റി വെച്ചുകൊണ്ട് മുന്നേറുകയായിരുന്നു. അതിന്റെ നേട്ടമുണ്ടായി 77 തെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ ഇത് കുറച്ചുകൂടി നേരത്തെ ആയിരുന്നെങ്കിൽ വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നായി മാറുമായിരുന്നു ജനാധിപത്യ വിശ്വാസികൾക്ക് എല്ലാവർക്കും. സജീവൻ, താങ്കൾ പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഒരുപക്ഷെ സേനാപതി വേണുവിന് അതൊരു ഉത്തരം പറയേണ്ടി വരുന്നുണ്ട്. വളരെ നേരത്തെ തന്നെ കോൺഗ്രസ് എടുക്കേണ്ടിയിരുന്ന കൃത്യമായ ചില നിലപാടുകൾ, ഇന്ത്യ സഖ്യ രൂപീകരണത്തിന് ശേഷം എടുത്ത നിലപാടില്ലായ്മകൾ, അത് വല്ലാതെ ഈ കൂട്ടായ്മയെ തളർത്തിയിട്ടുണ്ട്. അത് ഈ നിതീഷ് കുമാറിൻ്റെ പോക്കിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് സജീവൻ പറഞ്ഞത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ ഒരു സഖ്യത്തിൻ്റെ അത് യാഥാർത്ഥ്യമായതിൽ ഇന്നത്തെ റാലി കൂടുതൽ കരുത്തു പകരുന്നതാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിലും ജനാധിപത്യ വിശ്വാസി എന്ന രീതിയിലും അത് കൂടുതൽ പ്രതീക്ഷ പകരുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന അർത്ഥത്തിൽ നിതീഷ് കുമാർ പറഞ്ഞത് അദ്ദേഹം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്നത് കൊണ്ട് പലയിടങ്ങളിലും വലിയ നഷ്ടം വരികയും ഉണ്ടായി. ഇപ്പോഴും ഈ വാക്കുകൾ ഇത് പറയുമ്പോൾ പോലും CAA-യുമായി ബന്ധപ്പെട്ട് ഖാർഗെയുടെ വാക്കുകൾ ഇങ്ങനെ നമ്മുടെ ഓർമ്മയിലേക്ക് വരികയാണ്. CAA-യുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഖാർഗെ പറഞ്ഞത് നാളെ പഠിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞ ഒരു AICC-യുടെ പ്രസിഡന്റ് ഉണ്ട്. അതിൻ്റെ കൂടെ ഇരുന്ന് ചിരിച്ച ഓർഗനൈസേഷൻ സെക്രട്ടറി, നിങ്ങളുടെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി KC വേണുഗോപാലുണ്ട്. ഇങ്ങനെ ഒരു വിശ്വാസ്യതയില്ലായ്മ കോൺഗ്രസ് ഇപ്പോഴും വല്ലാതെ നേരിടുന്നുണ്ട്. രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾക്ക് ഇപ്പോഴും കോൺഗ്രസിനെ ഒരു സംശയത്തോടു കൂടി നോക്കിക്കാണാൻ കഴിയുന്നുള്ളൂ. അതുമാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികൾക്കും ഇന്ത്യ സഖ്യത്തിലുള്ള പല രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത്തരത്തിൽ ഒരുതരം അവിശ്വാസം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ സവിശേഷമായ സാഹചര്യത്തിൽ എല്ലാവരും ഒന്നിച്ച് വന്നാലേ പറ്റുകയുള്ളൂ. മോദിയെ നേരിടാൻ ഈ ഐക്യമല്ലാതെ മറ്റു മാർഗമില്ലെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. എന്നാലും എവിടെയൊക്കെയോ കോൺഗ്രസിന് വിശ്വാസം നഷ്ടപ്പെടുന്നുണ്ട്. സിജു, അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇന്ത്യ മുന്നണിയിലെ 28 കക്ഷികളും അവരുടെ പിറവിയിലും വളർച്ചയിലും എല്ലാം അവർ കോൺഗ്രസിനെതിരായിട്ട് നിന്ന കക്ഷികളാണ്. ഇവരാരും കോൺഗ്രസിന്റെ ആശയത്തിലോ അല്ലെങ്കിൽ കോൺഗ്രസിനോട് ചേർന്ന് നിന്ന കക്ഷികളല്ല. ഇവര് എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനെതിരെ നിലനിന്നുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെയുള്ള ആശയത്തിൽ പിറവിയെടുത്തവരാണ്. ഇപ്പൊ തമിഴ്നാട്ടിലെ DMK, അതിപ്പോ ഏത് ദ്രാവിഡ പാർട്ടിയാണെങ്കിലും ഇവരെല്ലാം ഓരോ കാലഘട്ടത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് എതിരെ നിന്നവരാണ്. ഇപ്പൊ NDA മുന്നണിയിലുള്ള എല്ലാ കക്ഷികളുടെയും ഒരു ചരിത്രവും പാരമ്പര്യവും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം കോൺഗ്രസ് വിരുദ്ധ ഫോറത്തിലോ കോൺഗ്രസ് വിരുദ്ധ അജണ്ടയിലോ ജന്മം കൊണ്ടവരാണ്. പക്ഷേ ചില പ്രത്യേക ആശയങ്ങളുടെ പേരിൽ നമ്മൾ ഇവരെ എല്ലാം ഒരു മുന്നണിയിൽ ആക്കുന്നു എന്നുള്ളതാണ്. ഈ 28 കക്ഷികളും ഇപ്പൊ സംസ്ഥാനങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്തമായ ആശയങ്ങളും വ്യത്യസ്തമായ ചിന്താഗതികളും ഒക്കെ ഉള്ളവരാണ്. അവരെല്ലാം നമുക്കെല്ലാം ഒന്നിച്ച് ഒരേ രീതിയിലുള്ള ചിന്താഗതികളാണെങ്കിൽ പിന്നെ ഒറ്റ പാർട്ടിയായിട്ട് പ്രവർത്തിച്ചാൽ മതിയല്ലോ. നിശ്ചയമായിട്ടും അതുകൊണ്ടാണ് വ്യത്യസ്ത പാർട്ടികളായിട്ട് പ്രവർത്തിക്കുന്നത്. പക്ഷെ നമുക്ക് യോജിക്കാൻ കഴിയുന്ന ചില മേഖലകളുണ്ട്. ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ച പൗരത്വ നിയമത്തെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നു, 1955 പൗരത്വ നിയമം കൊണ്ടുവരുമ്പോൾ രാജ്യം ഭരിക്കുന്നത് കോൺഗ്രസ് ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഗവൺമെന്റ് ആണ്. ഞങ്ങൾ എന്തുകൊണ്ട് ആ പൗരത്വ നിയമത്തിൽ അന്ന് മതത്തെ ഒരു ക്രൈറ്റീരിയ ആക്കിയില്ല? കോൺഗ്രസിന് വേണമെങ്കിൽ ആ കാലഘട്ടത്തിൽ പൗരത്വ നിയമം കൊണ്ടുവരുന്നപ്പോൾ മതമാണ് അന്നത്തെ സാഹചര്യവും ചരിത്രവും ഒക്കെ നമുക്കറിയാം. പൗരത്വ നിയമം കൊണ്ടുവന്നൊക്കെ ഇപ്പോഴും പ്രശ്നം എന്താണ്? പൗരത്വ ഭേദഗതി നിയമത്തിൽ പൗരത്വ ഭേദഗതി നിയമം വലിയ ഭീഷണിയായി നിൽക്കുമ്പോൾ നിങ്ങളെടുത്ത നിലപാട്, അതാണ് ഇവിടെ മതേതര വിശ്വാസികൾ ചോദ്യം ചെയ്യുന്നത്. നിങ്ങൾ സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ്. മൃദു ഹിന്ദുത്വമാണ് നിങ്ങൾ തുടരുന്നതെന്നുള്ള ആരോപണം നിങ്ങൾക്ക് മേൽ നിൽക്കുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവിടെ ഉയർന്ന ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് BJP-യെ നേരിട്ട് എതിർക്കുന്നില്ല? രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് കേരളത്തിലേക്ക് വരുന്നു? KC വേണുഗോപാൽ എന്തുകൊണ്ട് കേരളത്തിൽ വന്ന് മത്സരിക്കുന്നു? നിങ്ങൾക്ക് BJP-യെ നേരിടാൻ കെൽപ്പില്ലേ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. നിങ്ങൾക്കൊരു കാര്യത്തിൽ, മതനിരപേക്ഷയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നിലപാടില്ല. നിങ്ങൾ BJP-യെ നേരിടുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് നട്ടലില്ലായ്മയുണ്ട്. ഇതാണ് രാജ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പാർട്ടിയിലുള്ള ആളുകൾ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് പല ഘട്ടങ്ങളിലും.
അപ്പൊ ഞാൻ അതിന് മറുപടി, ഇപ്പൊ സിജു ഇത്രയും കാര്യം പറഞ്ഞു, ഞാൻ അതിന് മറുപടി പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു. പൗരത്വ നിയമത്തിന്റെ അടിസ്ഥാനം മതമല്ല, ജാതിയല്ല എന്നുള്ളത് ഈ രാജ്യത്ത് എഴുതി വെച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചതുകൊണ്ടാണ്. മതത്തിന്റെ പേരിൽ വിഭജിക്കപ്പെട്ട ഒരു രാജ്യത്ത് പോലും പൗരത്വം ലഭിക്കുന്നതിന് മതം ഒരു മാനദണ്ഡമല്ല എന്നുള്ള കോൺഗ്രസിന്റെ അന്നത്തെ കാഴ്ചപ്പാടാണ് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യാസമുണ്ടായത് കൊണ്ടാണ് കോൺഗ്രസ് ഈ CAA 2019 സേനാപതി വേണു തുടരുക. ഇപ്പോൾ അഡ്വക്കേറ്റ് KL കുമാറിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അഡ്വക്കേറ്റ് KL കുമാർ, ഇതിനകത്ത് ഇന്ന് റാലി വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഒരു പ്രവർത്തനം, ആ റാലി യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു. അതൊരു കൂട്ടായ്മയെ ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രതീക്ഷയുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്കാകെ തന്നെ ഒരു ഊർജം പകരുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇവിടെ സേനാപതി വേണു സംസാരിച്ചപ്പോൾ പോലും ചരിത്രം പറയുകയായിരുന്നു. അന്ന് 55-ൽ ഈ പൗരത്വ ഭേദഗതി, ആ പൗരത്വ നിയമം കൊണ്ടുവരുമ്പോൾ കോൺഗ്രസ് എടുത്ത അതേ നിലപാടിനെ കുറിച്ചൊക്കെ അദ്ദേഹം വല്ലാതെ വാചാലനാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഉയരുന്ന പ്രശ്നം ഇത് തന്നെയാണ്. കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന ആരോപണം പല കോണുകളിൽ നിന്നും ഉയരുകയാണ്. അത് ഇന്ത്യ സഖ്യത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമല്ല, രാജ്യത്തെ ജനങ്ങൾക്കാകെ, വോട്ടർമാർക്കാകെ ഈ ഒരു സംശയം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കോൺഗ്രസുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ ഇന്ത്യ സഖ്യം ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ചില പ്രതിസന്ധികൾ നേരിടുന്നില്ലേ? ആരെയെങ്കിലും കാലുമാറ്റിയാലും ഭരണം പിടിക്കാനാവാത്ത പതനത്തിലേക്ക് BJPയെ താഴ്ത്തണം. ഇപ്പം തന്നെ ഹിമാചൽ പ്രദേശിലെ ജനങ്ങൾ BJPയെ പരാജയപ്പെടുത്തി. അവിടെ ന്യൂനപക്ഷങ്ങൾ തീരെയില്ല. ഏതാണ്ട് അവിടുത്തെ ജനവിഭാഗങ്ങൾ ഏതാണ്ട് ഭൂരിപക്ഷ മതത്തിൽപ്പെട്ടവരാണ് കൂടുതൽ. അതുകൊണ്ട് ന്യൂനപക്ഷ വിരുദ്ധത പറയാൻ തീരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഹിമാചൽ പ്രദേശ്. ഉത്തരേന്ത്യയിൽ കോൺഗ്രസ്സിന് ഭരിക്കാൻ കിട്ടിയ ഏക സംസ്ഥാനം. അവിടെ എന്ത് സംഭവിച്ചു? അവിടെ 6 MLAമാർ ഇപ്പോൾ തന്നെ അഭിഷേക് സിംഗ്വിക്ക് വോട്ട് ചെയ്യാതെ കാലുമാറി. അവർ6 പേരും BJPയുടെ സ്ഥാനാർത്ഥികളായിട്ട് ഇപ്പം മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലേക്ക് അവർക്ക് ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുത്ത നിലപാട് സ്വീകരിച്ചത് കോൺഗ്രസ്സാണ്. അരുണാചൽ പ്രദേശ് നമ്മൾ കണ്ടു, 10 MLAമാർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുക. എന്തായിരുന്നു? കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു പ്രേമ ബന്ധു. കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന പ്രേമ ബന്ധു ആ പാർട്ടി ഒന്നടങ്കം കൊണ്ടുപോയിട്ടാണ് ഇപ്പം അരുണാചൽ പ്രദേശിനെ BJPയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ പ്രേമ ഖണ്ഡു. ഞാൻ പറയുന്നത്, കൃത്യമായിട്ട് പറയാവുന്നത്, ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സിന് പ്രത്യയശാസ്ത്ര ദൃഢതയില്ല. ഒന്ന്, സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിൽ BJPയായിട്ട് അവർക്ക് അകലം തീരെയില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഒരു മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ കറയറ്റ മതനിരപേക്ഷതയ്ക്ക് കോൺഗ്രസ് നിൽക്കുന്നില്ല. പല സന്ദർഭത്തിലും BJPയെ നേരിടുന്നതിൽ കോൺഗ്രസ് എന്ന് പറയുന്നത് അറച്ചു നിൽക്കുന്നുണ്ട്. അറച്ചു നിൽക്കാൻ കാരണം എന്താണ്? ഒരു കൺഫ്യൂഷനാണ്. എന്താണ്? BJPയുടെ വർഗീയതയെ നേരിടുമ്പോൾ നമ്മൾ അവരുടേതായ ചില സമ്പർക്കങ്ങൾ ഉപയോഗിക്കേണ്ടതില്ലേ? ഇതാണ് കോൺഗ്രസിൻ്റെ കൺഫ്യൂഷൻ. അപ്പോൾ രാമക്ഷേത്രം, അതിന് നന്ദി രേഖപ്പെടുന്ന പ്രമേയം പാർലമെൻറ്റ് വന്നു. അവസാന ദിവസം UDF വളർന്നു. മുസ്ലിം ലീഗ് അതിനെതിരായിട്ട് നിലപാട് സ്വീകരിച്ചു. അതേസമയം കോൺഗ്രസ് നരേന്ദ്രമോദിക്ക് നന്ദി രേഖപ്പെടുന്ന പ്രമേയത്തിൻ്റെ കൂടെ നിന്നു. എന്ത് ന്യായമാക്കാര്യത്തിലുള്ളത്? ബാബറി മസ്ജിദ് പൊളിക്കുമ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവാണ്. രാജീവ് ഗാന്ധിയാണ് അത് ശിലാന്യാസത്തിന് അനുവാദം കൊടുത്തത്. കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട്, ചരിത്രം. പക്ഷെ നരേന്ദ്രമോദിക്ക് നന്ദി രേഖപ്പെടുന്നൊരു പ്രമേയത്തിൻ്റെ കൂടെ എന്തിനാണ് കോൺഗ്രസ് നിൽക്കേണ്ടത്? നിലപാടില്ലായ്മയാണ് പ്രശ്നം. ഈ നിലപാടില്ലായ്മ എവിടേക്ക് കോൺഗ്രസിനെ കൊണ്ടെത്തിച്ചു? BJP സമം കോൺഗ്രസ് എന്നുള്ള പതനത്തിലേക്ക് പല സ്ഥലത്തും പോയി. അപ്പോൾ നിങ്ങൾക്ക് മതനിരപേക്ഷതയിൽ ഉറച്ച നിലപാടുണ്ടോ? അതാണ് പ്രശ്നം. അതിൽ കോൺഗ്രസ് ഇപ്പോൾ ഉത്തരാഖണ്ഡ് അസംബ്ലിയിൽ നമ്മുടെ പൊതു സിവിൽ കോഡ് അവിടെ കൊണ്ടുവന്നു. ഒരു സംസ്ഥാനത്ത് മാത്രം പൊതു സിവിൽ കോഡ് പാസ്സാക്കിയാൽ അത് കോമൺ ആവുകയില്ല, ഇന്ത്യയുടെ കോമൺ സിവിൽ കോഡ് ആകുകയില്ല. അവിടുത്തെ ആദിവാസികൾ അതിൽ പിന്നെ ഇങ്ങനെ കോമൺ സിവിൽ കോഡ് ആകുന്നത്? അതിന് കോൺഗ്രസ് പിന്തുണച്ചോ? ഞാൻ ഉത്തരാഖണ്ഡ് നിയമസഭയിൽ കോൺഗ്രസ് UCCക്ക് പിന്തുണ കൊടുത്തോ ഇല്ലയോ? അപ്പം നിങ്ങൾക്ക് ഇക്കാര്യങ്ങളിൽ വ്യക്തതയില്ല, ഉറപ്പില്ല. പിന്നെ വോട്ട് കിട്ടാൻ വേണ്ടി നിലപാടുകൾ സ്വീകരിക്കും. അവിടെയാണ് ഞങ്ങൾ പറയുക, കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ എന്തുകൊണ്ട് കാലുമാറുന്നു? അത് കോൺഗ്രസ് പരിശോധിക്കണം. ആ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ളവരുടെ കാലുമാറ്റം എന്ന് പറയുന്നത് ഏത് പതനത്തിലേക്കെത്തി? കേരളത്തിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരായിരുന്ന 3 പേർ. ഒന്ന് R. ശങ്കർ, അദ്ദേഹത്തിൻ്റെ മകൻ മോഹൻ ശങ്കർ ആദ്യം BJP പോയി. അതിനുശേഷം ബഹുമാനപ്പെട്ട അനിൽ ആൻ്റണി, ശ്രീ AK ആൻ്റണിയുടെ മകൻ BJPയിലേക്ക് പോയി. ഇപ്പോൾ കരുണാകരൻ്റെ മകളും പോയിരിക്കുന്നു. ചോദ്യം ഇതാണ്, കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാമായിട്ടുള്ള ശ്രീ AK ആൻ്റണിയുടെ മകന് BJPയിലേക്ക് പോകാമെങ്കിൽ
കേരളത്തിൽ നിങ്ങൾ മത്സരിപ്പിക്കുന്ന ആരെ വിശ്വസിപ്പിക്കാം? ആരെ വിശ്വസിക്കാം? അവിടെയാണ് നിങ്ങളുടെ KPC പ്രസിഡന്റ് പറയുന്നത്. അദ്ദേഹം പറയുന്നു ഇപ്പോൾ കേരളത്തിൽ ഓൾട്ടർനേറ്റീവ് ഉണ്ട്, LDF UDF അല്ലാതെ ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ട്, അത് BJP ആണ്. അതുകൊണ്ടോ എനിക്ക് ശരിയെന്ന് തോന്നിയാൽ ഐ വിൽ ഗോ വിത്ത് BJP. നമ്മൾ തോറ്റുപോകല്ലേ ഉള്ളൂ. അതുകൊണ്ട് കേരളം ഇന്ത്യയിൽ മോദിക്കെതിരെ വോട്ട് ചെയ്യുമ്പോൾ, നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ഇന്ത്യ മുന്നണിയെ പരാജയപ്പെടുത്താത്തൊരു വിധി വേണം. ഞങ്ങൾ ഇടതുപക്ഷം കേരളത്തിന് ഉറപ്പ് നൽകുന്നു. ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ 20 MP ജയിച്ചു പോയാൽ ഞങ്ങൾ ഇന്ത്യയെ പരാജയപ്പെടുത്തില്ല, ഞങ്ങൾ മോദിയെ പരാജയപ്പെടുത്തും. ഇന്ത്യയെ പരാജയപ്പെടുത്താതെ മോദിയെ പരാജയപ്പെടുത്താനുള്ള വോട്ടാണ് കേരളത്തിൻ്റെ ജനവിധി. ആ ജനവിധിക്ക് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് നൽകണമെന്നാണ് കേരളത്തിൽ ഞങ്ങളുടെ അഭ്യർത്ഥന, ജനങ്ങളോട് ഞങ്ങൾ പറയുന്നത്. തീർച്ചയായും അഡ്വക്കേറ്റ് കെ എൽ കുമാർ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു താങ്കൾ ഉന്നയിച്ച അതേ പ്രശ്നം ഒരുപക്ഷെ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസിനോട് ആ ചോദ്യം ചോദിക്കേണ്ടി വരുന്നുണ്ട്. ഇങ്ങനെ കോൺഗ്രസിൻ്റെ കാലുമാറ്റക്കാരിലാണ് BJPയുടെ പ്രതീക്ഷ. ഇന്നലെ തന്നെ നിങ്ങളുടെ 8ാമത്തെ പട്ടികയാണെന്ന് തോന്നുന്നു ഇറങ്ങിയത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ പട്ടിക. ആ പട്ടികയിൽ BJP നേതാക്കളെ പരമാവധി ഒഴിവാക്കുകയും ഇങ്ങനെ കാലുമാറി വന്ന നേതാക്കൾക്ക് സീറ്റ് കൊടുക്കുകയും ചെയ്ത ഒരു സാഹചര്യം. നിങ്ങളുടെ തന്നെ ഒരു നേതാവ്, കേരളത്തിലെ നേതാവ് CK പത്മനാഭൻ പറഞ്ഞത് ഭാവിയിൽ ഈ കോൺഗ്രസ് മുക്ത BJP ആണ് ഇനി ലക്ഷ്യമിടേണ്ടതെന്ന് പറഞ്ഞ ഒരു സാഹചര്യം കൂടി. എങ്ങനെയാണ് ഇങ്ങനെ കാലുമാറ്റക്കാരെയും വിവിധ പാർട്ടികളിൽ അഴിമതി നടത്തിയവരെയും അങ്ങനെ ജയിലിലടയ്ക്കപ്പെട്ടവരെയും കൊണ്ടുവന്ന് നിങ്ങളുടെ പാർട്ടിയുടെ വക്താക്കളായി, നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കളായി മുന്നിൽ നിർത്താൻ കഴിയുന്നത്? നിങ്ങൾ നേരത്തെ പറഞ്ഞത് ഇങ്ങനെ അഴിമതിക്കാരെയൊക്കെ പിടിച്ചകത്തിടും. അങ്ങനെയാണെങ്കിൽ BJPയിൽ ആരും കാണില്ലല്ലോ. BJPയിലേക്ക് വന്ന എത്ര കോൺഗ്രസ് നേതാക്കന്മാർ, എത്ര മന്ത്രിമാർ, മഹാരാഷ്ട്രയിലെ അടക്കമുള്ള മുൻ മുഖ്യമന്ത്രി അടക്കമുള്ളവർ, അസാമിലെ മുൻ മുഖ്യമന്ത്രി അടക്കമുള്ളവർ എല്ലാവരും ഇത്തരത്തിൽ ക്രിമിനൽ കേസിൽ പെടുന്നു. 25,000-5000 കോടിയുടെ അഴിമതി നടത്തുന്നു. പിറ്റേന്ന് BJPയുടെ മെമ്പർഷിപ്പ് എടുക്കുന്നു, ക്ലീൻ ചിറ്റ് ആകുന്നു. നേരത്തെ അനിൽകുമാർ പറഞ്ഞ പോലെ എനിക്കൊന്ന് MA ബേബി ആണെന്ന് തോന്നി ഈ ഇത്തരത്തിലൊരു വാഷിംഗ് മെഷീൻ്റെ പ്രയോഗം നടത്തിയത്. ഇങ്ങനെ വാഷിംഗ് മെഷീനിൽ കയറ്റി കറ കളഞ്ഞ് പുറത്തിറക്കുകയും ചെയ്യുന്നു. ഇതാണോ BJP മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം? അങ്ങനെയാണോ ഡൽഹിയിലെ കേരളത്തിന്റെ പ്രതിനിധി ഇരിക്കുന്നത് എന്ന് ശ്രീ അനിൽകുമാർ പറയണ്ടേ? കേരള സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധി ആരാ? കോൺഗ്രസിൽ നിന്ന് വളരെ കാലം കോൺഗ്രസിന്റെ MP ആയിരുന്ന, മന്ത്രിയായിരുന്ന ശ്രീ KV തോമസ് മാഷല്ലേ കേരളത്തിന്റെ പ്രതിനിധിയായി, LDF ഗവൺമെന്റിന്റെ പ്രതിനിധിയായി കേന്ദ്രത്തിലിരിക്കുന്നത്, ഡൽഹിയിലിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം അങ്ങനെയാണോ വന്നത്? അദ്ദേഹം ഫ്രിഡ്ജിലൂടെയാണോ കടന്നു വന്നത്? അല്ല വാഷിംഗ് മെഷീനിലൂടെയാണോ കടന്നു വന്നത്? ഫ്രിഡ്ജിൽ വെച്ചിട്ടാണോ വന്നത്? അതൊക്കെ ആലോചിക്കണ്ടേ? കേരളത്തിൽ മാത്രമല്ല ശ്രീ അനിൽകുമാർ, കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല, കോൺഗ്രസിൽ നിന്ന് ഏതാനും ചില ആളുകൾ BJPയിലേക്ക് വന്നിട്ടുണ്ട്. ചില പ്രധാനപ്പെട്ട ആളുകളുടെ മക്കൾ വന്നിട്ടുണ്ട്, അവരുടെ MP വന്നിട്ടുണ്ട്, MLA വന്നിട്ടുണ്ട്. അവർ BJPയിലേക്ക് വരുമ്പോൾ അവരെ സ്വീകരിച്ചിട്ടുണ്ട്. അത് നിങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. BJPയിൽ നിന്ന് വന്ന ആളുകളെ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, കോൺഗ്രസിൽ നിന്ന് വന്ന ആളുകളെ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ശ്രീ അനിൽകുമാറോട് എനിക്ക് ഒറ്റ കാര്യമേ സൂചിപ്പിക്കാനുള്ളൂ. 2 സംസ്ഥാനങ്ങൾ ഒന്നാകെ BJPയിലേക്ക് വന്നത്, മുഴുവൻ പാർട്ടി അംഗങ്ങളും BJPയിലേക്ക് വന്നത്, മുഴുവൻ പാർട്ടി ഓഫീസുകളും BJP ഓഫീസുകളായി മാറിയത് ത്രിപുരയിലും ബംഗാളിലുമാണ്. അതങ്ങ് ഓർക്കാതെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമ്മൾ 1-2 ആളുകളുടെ കാര്യം പറയുമ്പോൾ സംസ്ഥാനങ്ങളെ കുറിച്ച് വിട്ടുപോകില്ലേ? ആ സംസ്ഥാനങ്ങൾ BJPയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായി മാറിയത് അങ്ങ് ത്രിപുരയിലൊന്ന് യാത്ര ചെയ്താൽ മനസ്സിലാക്കും അങ്ങേക്ക് ഏതെങ്കിലും ഒരു പാർട്ടി ഓഫീസ് ശേഷിക്കുന്നുണ്ടോ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ആ തരത്തിലുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും പ്രസക്തി രാഷ്ട്രീയത്തിലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അല്ല, പ്രസക്തി ഉണ്ട് പി കൃഷ്ണദാസ്. കാരണം താങ്കളുടെ പാർട്ടിയിലേക്ക് വരുന്നതെല്ലാം അഴിമതിക്കാർ, കോൺഗ്രസിൽ നിന്ന് കാലുമാറ്റക്കാർ, മറ്റു പാർട്ടികളിലുള്ള കാലുമാറ്റക്കാർ. അവരൊക്കെ നിങ്ങൾക്ക് കീഴ്പ്പെടുകയാണെങ്കിൽ നിങ്ങൾ കേസ് ഒഴിവാക്കി കൊടുക്കും. ED ഇല്ല, CBI ഇല്ല, മറ്റ് അന്വേഷണങ്ങളില്ല. പക്ഷേ അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ, നിങ്ങളെ പാർട്ടിക്കൊപ്പം വരുന്നില്ലെങ്കിൽ നിങ്ങൾ അവരുടെ വീടുകൾ റെയ്ഡ് ചെയ്യുന്നു, അവരെ ജയിലിലടയ്ക്കാനുള്ള പരിപാടികളുമായി പോകുന്നു. ഇതാണ് പ്രശ്നം. അതിനെ താങ്കൾ കേവലം KV തോമസ് ദില്ലി പോയതിനുമായി താരതമ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഇവിടെ പ്രശ്നം എന്താണ്? കാലുമാറ്റക്കാരിലാണോ നിങ്ങളുടെ നിക്ഷേപം? കാലുമാറ്റക്കാരിലാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അങ്ങനെയുള്ളവരെ വെച്ചാണോ BJP രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത്? BJPക്ക് നേതാക്കളായി വരുന്നവർ അങ്ങനെയുള്ളവരാണോ? ആ ചോദ്യമാണ് അഡ്വക്കേറ്റ് KL കുമാർ ചോദിച്ചത്. അല്ല, ഇവിടെ എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഞാൻ അതുകൊണ്ടാണ് തിരിച്ചു ചോദിച്ചത്. KV തോമസ് മാഷ് CPMയിലേക്ക് വന്നത്, ഇടതുപക്ഷത്തേക്ക് വന്നത് കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഏതെങ്കിലും കേസ് ഒതുക്കി തീർത്തതിന്റെ ഭാഗമായിട്ടാണോ? അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും അഴിമതി കേസുകൾ ഒതുക്കി തീർത്തതിന്റെ ഭാഗമായിട്ടാണോ? അതിന് ഉത്തരം പറയണ്ടേ? അതിന് അനിൽകുമാർ ആദ്യം ഉത്തരം പറയണം. അനിൽകുമാർ പറയട്ടെ, KV തോമസ് മാഷ് ഏത് കേസാ ഒതുക്കി കൊടുത്തതെന്ന്. KV തോമസ് മാഷ് ഏതെങ്കിലും കേസിൽ പെട്ടതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഇനി KV തോമസ് മാഷിന്റെ ഔദാര്യം വേണ്ട. നിങ്ങൾ ഏതെങ്കിലും കേസിൽ അല്ല, ഞാൻ പറയട്ടെ, ഞാൻ ദയവായിട്ട് വരുന്ന ആളുകളെ എടുക്കാൻ നിങ്ങളുടെ ഔദാര്യം വേണോ? കോൺഗ്രസിൽ നിന്നും ഇടതുപക്ഷത്തിൽ നിന്നും വരുന്ന ആളുകൾ എടുക്കാൻ നിങ്ങളുടെ ഔദാര്യം വേണോ ഞങ്ങൾക്ക്?
ഇങ്ങനെയാണോ ധരിച്ചിരിക്കുന്നത്? ഇവിടെ നിങ്ങളുടെ ഔദാര്യത്തിന്റെ ഔദാര്യത്തിലാണോ BJP അല്ല, ആളുകളെ പ്രശ്നം എടുക്കുന്നത്? ഇതാണ് ഞാൻ ശ്രീ പറയട്ടെ, കൃഷ്ണദാസ്, ദയവായി ഒന്ന് കേൾക്കൂ. ഔദാര്യത്തിന്റെ ഒരു പ്രശ്നമല്ല അത്. പ്രശ്നവുമില്ല. ഒരു ഒരു രാഷ്ട്രീയ പ്രശ്നവുമില്ല. പാർട്ടി എന്ത് പ്രശ്നം? മുന്നോട്ട് വെക്കുന്ന നൈതികതയുടെ പ്രശ്നമാണ്. പ്രശ്നമില്ല. എങ്ങനെയാണ് ആർക്ക് പ്രശ്നം? ആ ചോദ്യം ഇവിടെ പ്രസക്തമാണ് പി കൃഷ്ണദാസ്, ആ ചോദ്യം പ്രസക്തമാണ്. എങ്ങനെയാണ് കോൺഗ്രസ് അഴിമതിക്കാരായ ആളുകളെ കോടികളുടെ എടുക്കാം, അഴിമതി BJP നടത്തുന്ന നേതാക്കന്മാർ നിങ്ങളുടെ പാർട്ടിയുടെ ഭാഗമാകുന്നത് അവരുടെ അഴിമതി തേച്ച് മാറ്റി കൊടുക്കുന്നത്? ഇത് കേൾക്കുമാർ ചോദിക്കുന്ന ചോദ്യമല്ല, അത് ഇവിടുത്തെ രാജ്യത്തെ ഓരോ ജനാധിപത്യ വിശ്വാസം ചോദിക്കുന്ന ചോദ്യമാണ്. ഞാനതാണ് തിരിച്ചു ചോദിച്ചത്. ബംഗാളിലെയും ത്രിപുരയിലെയും മുഴുവൻ CPM-കാർ അഴിമതിക്കാരായിരുന്നോ? മുഴുവൻ പാർട്ടി ഓഫീസുകളും അഴിമതിയിലൂടെ ഉണ്ടാക്കിയതായിരുന്നോ? മുഴുവൻ ജില്ലാ നേതാക്കന്മാരും സംസ്ഥാന നേതാക്കന്മാരടക്കമുള്ള ആളുകൾ അവർ BJP-യിലേക്കും മറ്റു പാർട്ടികളിലേക്കും പോയില്ലേ? തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയില്ലേ? BJP-യിലേക്ക് വന്നില്ലേ? ബഹുഭൂരിപക്ഷം ആളുകൾ ത്രിപുരയിൽ BJP-യിലേക്കല്ലേ മുഴുവൻ. അല്ല, ത്രിപുരയിലെ കാര്യങ്ങളൊക്കെ വളരെ രസകരമാണ്. നിങ്ങളുടെ ഒരു നേതാവ് ത്രിപുരയിലെ മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകനും BJP-യിലേക്ക് വന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം മുൻ മുഖ്യമന്ത്രി, വിവാഹിതനല്ലാത്ത, അദ്ദേഹത്തിന് മക്കളില്ല, ഭാര്യയില്ല, അങ്ങനെയുള്ള ആളിനെ കുറിച്ചാണ് പറയുന്നത്. ഭാര്യയും മകനും അടക്കം ഇങ്ങനെ നുണപ്രചരണങ്ങളാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തത്. ഇവിടെ പ്രസക്തമായ ചോദ്യം, നിങ്ങൾ ത്രിപുരയിലേക്കും തൃണമൂൽ കോൺഗ്രസിലേക്കും പോകുകയല്ല. ഈ രാജ്യത്ത് നിങ്ങളുടെ പാർട്ടിയിൽ 100-ലേറെ 11 കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ വന്നു, 100-ലേറെ MP-മാർ MLA-മാർ വന്നു. അതിൽ തന്നെ ഭൂരിപക്ഷം പേരും അഴിമതി കേസിൽപ്പെട്ടവർ. മഹാരാഷ്ട്രയിലായാലും മധ്യപ്രദേശിലായാലും ഇനി അരുണാചൽ പ്രദേശിലായാലും അസമിലായാലും അങ്ങനെ വരുന്നവർക്കെല്ലാം നിങ്ങൾ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. നിങ്ങൾ വരൂ, ഞങ്ങൾ വെളുപ്പിച്ചെടുക്കാമെന്ന് പറയുന്ന രാഷ്ട്രീയം അത് മനസ്സിലാകുന്നില്ല. അതാണ് അനിൽകുമാർ ചോദിച്ചത്. ശ്രീ അനിൽകുമാർ പറഞ്ഞ മോഹൻ ശങ്കറും ശ്രീമതി പത്മജയും ശ്രീ ഞാനൊരു കാര്യം പറയട്ടെ. ഇവരെല്ലാം എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തേക്ക് പോകാതിരുന്നത്? അല്ല, ആ ചോദ്യം പറയേണ്ടതുണ്ട്, അത് പറയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അവർ ഇടതുപക്ഷത്തേക്ക് വരാതിരുന്നതും BJP-യിലേക്ക് പോയത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യം. ഒന്ന് AK ആന്റണി എന്ന് പറയുന്നയാൾ കേരളത്തിനകത്ത് മാർക്സിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ തമ്പുരാനാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഇടതുപക്ഷത്തേക്ക് വന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് യാതൊരു അത്ഭുതമില്ല. പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? നിങ്ങൾ ബംഗാളിലെയും ത്രിപുരയിലെയും കാര്യം പറഞ്ഞു. ഞാൻ ത്രിപുരയിൽ 1 മാസം മുമ്പ് പോയിരുന്നു. CPM-ൻ്റെ എത്രയോ ഓഫീസുകൾ ബംഗാളിലുണ്ട്. ഇപ്പോൾ CPM ബംഗാളിൽ മത്സരിക്കുന്നില്ലേ? നിങ്ങൾ ഞങ്ങളുടെ ആളുകളെ കൊല്ലുകയും സ്ത്രീകളെ മാനഭംഗം ചെയ്യുകയും കടന്നാക്രമണം നടത്തുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ പരസ്യപ്രവർത്തനം ചിലപ്പോൾ പറ്റാതെ വരുന്നുണ്ട്. പക്ഷേ CPM-നോട് MLA-മാരില്ലാതുണ്ടോ? ഞങ്ങളുടെ പാർട്ടിക്കാരെല്ലാം കൂടെ നിങ്ങളുടെ പാർട്ടിയിലേക്ക് ചേർന്നപ്പോൾ MLA-മാരുണ്ടായത്. ഞാൻ പറയട്ടെ സാധാരണക്കാർ നിങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കണ്ടതല്ലേ? നിങ്ങളെ ഒരു ചർച്ചയിൽ ഇങ്ങനെ പി കൃഷ്ണദാസ് അദ്ദേഹം പറയട്ടെ, അഡ്വക്കേറ്റ് കേൾക്കുമാർ പറയട്ടെ, അതിനുശേഷം താങ്കൾ സംസാരിക്കണം. മറ്റൊരാൾ പറയുമ്പോൾ ബംഗാളിൽ മനസ്സിലാക്കേണ്ട കാര്യം, CPM-ന് 13 MLA-മാർ ഇപ്പോൾ ഉണ്ടേ. CPM-ന് 13 MLA-മാരുണ്ടെന്ന് വെച്ചാൽ CPM-കാരെല്ലാം BJP-യിലെന്നാണ് അർത്ഥം. ഞാൻ CPM-ൻ്റെ അടുത്ത് സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിൽ പോയി. നിങ്ങൾ ആഫീസ് തകർക്കാൻ നോക്കി. സഖാവ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള മണിക് സർക്കാരിനെ നിങ്ങൾ ആക്രമിക്കാൻ നോക്കി, കൊല്ലാൻ നോക്കി. പിന്നെ നിങ്ങളുടെ ഒരു നേതാവുണ്ടല്ലോ അമിത്ഷാ, ഞങ്ങളുടെ ഒരു പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാനൊന്ന് പറയട്ടെ സാറേ, ഞാനൊന്ന് പറയട്ടെ സാർ, അല്ല, താങ്കൾ പറഞ്ഞ കാര്യം അത് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. ത്രിപുരയിലും ബംഗാളിലും ഒക്കെ എല്ലാവരും BJP-കാരായെന്നുള്ളത്. അതിന് മറുപടി പറയേണ്ടത് CPM നേതാവാണ്. അദ്ദേഹം പറയട്ടെ. അത് അല്ലെന്ന് നിങ്ങളുടെ CPM-ന്റെ അക്രമത്തിനും ബംഗാളിലും ത്രിപുരയിലും കോൺഗ്രസ്സുകാരും BJP-കാരും എത്ര കാലം ഞങ്ങൾ വിധേയരായി? ഇതെന്താ പറയാത്തത്? ഇപ്പൊ നിങ്ങൾക്ക് 2 പ്രകടനം നടത്തുന്ന സ്ഥലത്ത് ഏതെങ്കിലും സ്ഥലത്ത് കല്ലേറുണ്ടായിരുന്നാലും പ്രശ്നം പറഞ്ഞോ നിങ്ങൾ വലിയ അക്രമം നടന്നു? താങ്കൾ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായി മറുപടി പറയട്ടെ. അഡ്വക്കേറ്റ് കേൾക്കുമാർ, ശ്രീ സേനാപതി വേണു പറയട്ടെ, ബംഗാളിൽ എന്താ നടക്കുന്നതെന്ന്. ഞാൻ പറയുന്നത് ത്രിപുരയിൽ CPM-ന് 13 MLA-മാർ വന്നത് എങ്ങനെയാണ്? കോൺഗ്രസിന് ഇപ്പോൾ 4 MLA-മാർ മുന്നണിയിൽ വന്നത് എങ്ങനെയാണ്? BJP-ക്ക് 33 MLA-മാർ ഇപ്പോൾ ഉള്ളൂ. BJP-യുടെ MLA-മാർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ത്രിപുരയെ സംബന്ധിച്ച് ഞങ്ങളുടെ എല്ലാവരും അങ്ങോട്ട് പോയെന്നല്ല. നിങ്ങളുടെ നേതാവ് അമിത്ഷാ, ഞങ്ങളുടെ ഒരു MP, ഞങ്ങളുടെ MP ജർണാദാസ് അമിത്ഷയെ കണ്ട് നിവേദനം കൊടുക്കാൻ പോയി. BJP-കാർ കാണിക്കുന്ന കടന്നാക്രമണങ്ങളെക്കുറിച്ചുള്ള ലിസ്റ്റ്. ഉടനെ ജർണാദാസിനോട് നിങ്ങളുടെ അമിത്ഷാ ചോദിച്ചു, നിങ്ങളെന്തിനാ CPM നിൽക്കുന്നത്? നിങ്ങൾ വീണ്ടും MP ആക്കാം, BJP-യിലേക്ക് പോരെ. ജർണാദാസ് പറഞ്ഞു, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരിയാണ്, എൻ്റെ ഭർത്താവ് രക്തസാക്ഷിയാണ്. ജർണാദാസിൻ്റെ ഭർത്താവ് രക്തസാക്ഷിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ത്രിപുരയിലെ കമ്മ്യൂണിസ്റ്റുകാർ വേട്ടയാടപ്പെട്ടു.
അതിൻ്റെ ഭാഗമായി രക്തസാക്ഷിയുടെ ഭാര്യയാണ് ജർണാദാസ്. അവരാണ് അമിത്ഷായുടെ മുഖത്ത് നോക്കി ഇന്ത്യ രാജ്യത്തെ സ്ത്രീത്വത്തിൻ്റെ കാര്യത്തെ അമിത്ഷാ മനസ്സിലാക്കി. കാലുമാറ്റക്കാരുടെ പുറകെ നോക്കുമ്പോൾ കോൺഗ്രസ്സുകാരുടെ നിങ്ങൾ തേടാൻ പോകുമ്പോൾ അങ്ങനെയല്ല, ഐ വിൽ ഗോ വിത്ത് BJP എന്ന് പറയുന്ന സുധാകരനെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനി ബംഗാളിലെ സ്ഥിതിയിലേക്ക് വന്നാലോ, ബംഗാളിലെ CPM ഞാൻ പറയട്ടെ സാറേ, ദയവായി ഇടയ്ക്ക് പറയരുത്, അത് കാണിച്ചു. ഞാനിപ്പോൾ ഒന്ന് പറയട്ടെ മറുപടി. ബംഗാളിൽ CPMകാരെല്ലാം BJPയിലേക്ക് പോയ അടുത്ത ചോദ്യം വസ്തുതാവിരുദ്ധമാണ്. അതിന് കാരണം എന്താണ്? ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി, ഞങ്ങളുടെ മറ്റ് കമ്മിറ്റികൾ, ഞങ്ങളുടെ ഓഫീസുകൾ എല്ലാം ഇവിടെ ഉണ്ട്. കുറേ ഓഫീസുകൾ തൃണമൂലിൽ പിടിച്ചിട്ടുണ്ടെന്നേ, തൃണമൂൽ കോൺഗ്രസ് കടന്നാക്രമണം നടത്തിയിട്ടുണ്ടെന്ന്, ഞങ്ങളുടെ ആളുകളെ കൊന്നിട്ടുണ്ടെന്നേ. ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെ പോരാട്ടം നടന്നു. പോരാട്ടം നടന്നപ്പോൾ ഇന്നെന്താ ബംഗാളിലെ സ്ഥിതി? BJP ഒലിച്ചു പോവുകയാണ്. ഇടതുപക്ഷത്തിന് അവിടെ മമതാ ബാനർജിയെ പല സീറ്റുകളിലും തോൽപ്പിക്കാനുള്ള ശക്തി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബംഗാളിനെ കുറിച്ച് ആരും ഇപ്പോൾ ഏതാണ്ട് നേരം കളയേണ്ട കാര്യമില്ല. നിങ്ങൾ കർഷൻ പ്രഭു ബംഗാൾ ഉപയോഗിച്ച പോലെ ഒരു ഹിന്ദു ബംഗാളും ഒരു മുസ്ലിം ബംഗാളുമായിട്ട് തൃണമൂലും BJPക്കാരുടെ ബംഗാളിനെ പങ്കിട്ടെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾക്ക് ചില തിരിച്ചടിയൊക്കെ വന്നു. അത് ഞങ്ങളുടെ സഖാക്കൾ കാലുമാറ്റക്കാരായതുകൊണ്ടല്ല, അവർ കൊല്ലപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമാണ്. അത് കോൺഗ്രസ് ഭരണത്തിലുണ്ടായിട്ടുണ്ട്, ഇപ്പോൾ BJP ഭരണത്തിലും തൃണമൂൽ ഭരണത്തിലും ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ മറികടക്കും. അതുകൊണ്ട് ഒരു കാര്യത്തിൽ സംശയം വേണ്ട. ഇപ്പോൾ KV തോമസ് മാഷക്ക് ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം കോൺഗ്രസ്സിലുള്ള ഏതെങ്കിലും സ്ഥാനം, ആ സ്ഥാനം ഞങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങൾ മന്ത്രിസ്ഥാനം ഉണ്ടാക്കിയിട്ടില്ല. ഉദാഹരണമായിട്ട് കർണാടകത്തിലെ മന്ത്രിസഭ നിങ്ങൾ മറിച്ചില്ലേ, ജനവിധി അട്ടിമറിച്ചില്ലേ? മധ്യപ്രദേശിൽ ജനവിധി അട്ടിമറിച്ചില്ലേ? മഹാരാഷ്ട്രത്തിൽ ജനവിധി അട്ടിമറിച്ചില്ലേ? എത്ര പാർട്ടികൾ നിങ്ങൾ പിളർത്തി? ഈ പാർട്ടികളൊക്കെ പിളർത്തുമ്പോൾ അവ നേതാക്കന്മാരെ കൊണ്ടുപോകുന്ന EDയെ കാണിച്ചിട്ടാണ്. അങ്ങനെ EDയെ കാണിച്ചിട്ട് വരാത്ത AAP, പിളരാത്ത AAP അവർ ജയിലിൽ കിടക്കണം. അതുകൊണ്ട് BJP എന്ന് പറയുന്നത് നരേന്ദ്രമോദി, അമിത്ഷായും കൂടി ചേർന്ന്, നിർമ്മലാ സീതാരാമനും കൂടി ചേർന്ന് ഇവിടെ നടപ്പാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കടന്നാക്രമണം ഇന്ത്യൻ ജനാധിപത്യത്തിന് മേലുള്ള അടിയാണ്. അതിനെതിരായിട്ട് അടിയന്തരാവസ്ഥക്കാലത്ത് ജയിലിൽ കിടന്നപ്പോൾ ജയിലിൽ കിടന്നവരെല്ലാം ഒരുമിച്ചതുപോലെ ഇന്ത്യ രാജ്യത്ത് നിന്ന് ജയിലിൽ കിടക്കുന്നവരെല്ലാം ഒരുമിക്കുകയാണ്. നിങ്ങളുടെ ചോദ്യം ഇതേ ഉള്ളൂ, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിലിലേക്ക് പോകണോ? ജയിലിലേക്ക് പോകേണ്ട BJPക്കെതിരെ ഒരുമിക്കണം, ഇത്രേ ഉള്ളൂ കാര്യം. ജയിലിലേക്ക് പോകട്ടെങ്കിൽ BJPക്കെതിരായിട്ട് ഒരുമിക്കണം. ഇന്ത്യ റാലിയിലെ മുദ്രാവാക്യം അതാണ്, നിങ്ങൾക്ക് ജയിൽ വേണോ? ജയിലിലേക്ക് പോകട്ടെങ്കിൽ അത് അഴിമതി കാണിച്ചുകൊണ്ടല്ല, നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് നടത്തുന്ന അമിതാധികാര വാഴ്ചയുടെ ഭാഗമായിട്ടാണ്. അതിനെ ചെറുക്കാനുള്ളൊരു ശക്തി ഇന്ത്യ രാജ്യത്ത് എല്ലാവരുടെ ചേർന്ന് നേടുകയാണ്. അതുകൊണ്ട് മോദിയുടെ കാര്യം പരുങ്ങലിലായിരിക്കുന്നു. അത് തന്നെയാണ് ശ്രീ എ സജീവൻ. ഒരുപക്ഷെ ഈ BJPയെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇവർ ഈ EDയും CBIയും ആദായ നികുതി വകുപ്പുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള വലിയൊരു ചോദ്യമാണ് ഇവിടെ നമ്മൾ ആദ്യം മുതൽ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ 400 സീറ്റ് ഉറപ്പിക്കും. അയോധ്യ പ്രതിഷ്ഠയോടുകൂടി അക്കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനം എടുത്തു കഴിഞ്ഞു. അയോധ്യ ഇട്ട് കഴിഞ്ഞപ്പോഴേക്ക്, അയോധ്യ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മോദി കരുതിയത് രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു വിഭാഗക്കാർ വീണ്ടും BJP അധികാരത്തിലേക്ക് കൊണ്ടുവരുമെന്നുള്ളതാണ്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് വലിയ തിരിച്ചടി സുപ്രീം കോടതിയിൽ നിന്ന് വരുമ്പോൾ വീണ്ടും കളം മാറ്റി കളിക്കുകയാണ്. അവരുടെ മുന്നിലുള്ള ഏക ആയുധം വർഗീയതയാണ്, വിഭജന രാഷ്ട്രീയമാണ്. അത് വളരെ പച്ചയായി പ്രത്യക്ഷത്തിൽ വളരെ കൃത്യമായി തന്നെ അവർ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളടക്കം വേട്ടയാടിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഈ 400 സീറ്റ് എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഇനി ചിന്തിക്കാൻ പോലും കഴിയുന്ന സാഹചര്യത്തിലേക്കല്ല. വരുന്നത് 2024 തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി BJP നേരിടുന്നുണ്ട്. അവരുടെ 400 അല്ല 300 സീറ്റ് പോലും പിടിക്കുമോ, ആ വല്ലാത്തൊരു പരാജയ ഭീതി അവർക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ ഈ വർഗീയതയും ഈ EDയും IT-യും എല്ലാം കൂടി, CBIയും എല്ലാം കൂടി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ED ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെ രംഗത്തിറക്കിയതിന്, അല്ലെങ്കിൽ അവർ ഈ തരത്തിലായി ആളുകളെ പ്രതിയേർക്കുന്നതിന്, രാഷ്ട്രീയ നേതാക്കന്മാർ, കെജ്രിവാൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ പ്രതിയേർക്കുന്നതിന് ന്യായീകരണമായിട്ട് BJP നേതാക്കന്മാർ പറയുന്നത്, ഇപ്പോൾ ഇവിടെ കൃഷ്ണദാസ് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്, അഴിമതിക്കാരെ വെച്ച് പൊറുപ്പിക്കില്ല എന്നുള്ളതാണ്. നല്ല കാര്യമാണ്, അഴിമതിക്കാരെ വെച്ച് പൊറുപ്പിക്കുന്നു. പക്ഷേ ED ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് രാഷ്ട്രീയത്തിൽ, ഇപ്പൊ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾക്കൊക്കെ വേണമെങ്കിൽ അവർ രാഷ്ട്രീയം വെച്ചുകൊണ്ട് അത് ശരിയല്ല, EDക്കെതിരെ പറയാം. കോൺഗ്രസ്സുകാർക്കും CPMകാർക്കൊക്കെ ED അങ്ങനെ മോശമാണ്, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ മോശമാണ് എന്നൊക്കെ പറയാം. അതിനെതിരെ BJP നേതാക്കന്മാർക്ക് അതല്ല, ED പവിത്രമായിട്ടുള്ള പ്രസ്ഥാനമാണെന്നൊക്കെ പറയാം. ഞാൻ ഉദാഹരിക്കുന്ന ഇപ്പോഴും സുപ്രീം കോടതിയിലെ ജഡ്ജിമാരായിരിക്കുന്ന 2 പേരുടെ, 2 ജസ്റ്റിസുമാരുടെ അഭിപ്രായങ്ങളാണ്. ഈ 2 പേരും, ഒന്ന് ഉജ്ജ്വൽ ഭൂയാൻ, ഒരാഴ്ചക്കിടയിലാണ് ഈ സംഭവം പരസ്യമായിട്ട്
സുപ്രീം കോടതിയിൽ പലതവണ പല വിധിയുടെ ഭാഗമായിട്ടും പല നിരീക്ഷണങ്ങളുടെ ഭാഗമായിട്ടൊക്കെ ശക്തമായ രൂപത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പല നയങ്ങൾക്കെതിരെയും പലപ്പോഴും ജഡ്ജിമാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോലും പോകുന്നില്ല, അത് വേണമെങ്കിൽ ആ കേസിന്റെ മെറിറ്റിന്റെ ഭാഗമല്ല എന്ന് പറയാം. പക്ഷേ പൊതുരംഗത്ത് രണ്ടുപേർ പറഞ്ഞാൽ ഒന്ന് ജസ്റ്റിസ് ഉജ്ജ്വൽ ബോയാനാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ നല്ല കാര്യം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധനമുണ്ടല്ലോ, ആ നിരോധന നിയമം വളരെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്, അത് നല്ലതാണ്, വളരെ ശക്തമായിട്ട് ഉപയോഗിക്കേണ്ടതുമാണ്. പക്ഷേ അത് ദുരുപയോഗം ചെയ്യുമ്പോൾ, അത് വളരെ അടിവരട്ടെ അദ്ദേഹം പറയുന്നതാണ്, അത് ദുരുപയോഗം ചെയ്യുമ്പോൾ നശിക്കുന്നത് EDയുടെ വിശ്വാസ്യത മാത്രമല്ല രാജ്യത്തിന്റെ വിശ്വാസ്യത കൂടിയാണ് എന്ന് ഒരാഴ്ചക്ക് മുമ്പെയാണ് ഉജ്ജ്വൽ ബോയൻ പൊതുപരിപാടിയിൽ പറഞ്ഞിട്ടുള്ളത്. ശക്തമായ രൂപത്തിൽ അദ്ദേഹം EDയുടെ ഈ വഴിവിട്ട പോക്കിനെതിരെ സംസാരിച്ചു. ഇന്നലെ ഇന്ദു മൽഹോത്ര സുപ്രീം കോടതി ജഡ്ജ് അവര് നമ്മൾ പഴയ ഇതാണ് നോട്ട് നിരോധനം BV നാഗരത്നയാണെന്ന് തോന്നുന്നു ശ്രീ സജീവൻ. BV നാഗരത്നയാണ് പറഞ്ഞത് ഇന്നലെ, ഇന്ദു മൽഹോത്ര അല്ലെന്നാണ്. സോറി, BV നാഗരത്ന അവര് പറഞ്ഞ കാര്യം, BV നാഗരത്ന അവര് പറഞ്ഞ എന്താണ്, ഈ നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർ ഈ ശക്തമായിട്ട് പ്രതികരിച്ചു. അപ്പൊ സുപ്രീം കോടതി ജഡ്ജിമാര് പോലും ഇതിനെയൊക്കെ വിലയിരുത്തുന്നത്, സർക്കാരിന്റെ പ്രവർത്തനങ്ങളും സർക്കാർ ഏജൻസികളുടെ പ്രവർത്തനങ്ങളെയൊക്കെ വിലയിരുത്തുന്ന എങ്ങനെയാണെന്നുള്ള കാര്യം ജനം കാണുന്നുണ്ട്. ഇവിടെ ജനത്തിനു മുമ്പിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവർ അനുഭവിച്ചതാണ് നോട്ട് നിരോധനത്തിന്റെ പ്രശ്നം. ഇവിടെയുള്ള പല രാഷ്ട്രീയ നേതാക്കന്മാരും അനുഭവിച്ചാണ് ഈ EDയുടെ പ്രശ്നങ്ങൾ. നമ്മൾ കോൺഗ്രസ് നേതാവായിട്ടുള്ള ചിദംബരത്തിന്റെ കാര്യം അറിയാമല്ലോ. അദ്ദേഹം ഇപ്പോഴും കുറ്റം ചെയ്തിട്ട് ജയിലിൽ കിടന്ന ആളല്ല, അദ്ദേഹം വിചാരണ തടവുകാരനായിരുന്നു. ED എല്ലാ ആളുകളെയും വിചാരണ തടവുകാരായിട്ട് നിതാന്തമായിട്ട് ജയിലിടുന്ന ഒരു ഏർപ്പാടുമായിട്ട് കുറെ കാലമായിട്ട് ഉള്ളതാണ്. പക്ഷെ ഒരിക്കൽ പോലും കുറ്റം തെളിയിച്ചിട്ട് അത് തന്നെയാണ് ശ്രീ സജീവൻ താങ്കൾ ചൂണ്ടിക്കാട്ടിയ ആ പ്രശ്നം തന്നെയാണ്. കാരണം നാഗരത്ന ഇന്നലെ പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഗവർണർമാരെ അടക്കം അവർ സുപ്രീം കോടതി ജഡ്ജിയാണ് പറഞ്ഞത്, അതായത് സംസ്ഥാനത്തെ ഗവർണർമാർ വ്യവഹാര കേന്ദ്രങ്ങളായി മാറുകയാണ്. നോട്ട് നിരോധനത്തെക്കുറിച്ച് തന്നെ പറഞ്ഞു, ഇവിടെ സാധാരണക്കാരുടെ പണമാണ് പോയതെന്നടക്കം സുപ്രീം കോടതി ജഡ്ജിയാണ് പറഞ്ഞത്. ഇതിനൊക്കെ ആരാണ് കാരണക്കാർ? ഗവർണർമാർ ഇങ്ങനെ നിലവിട്ട് പെരുമാറുന്നതിന് കാരണക്കാരായി മാറുന്നത് കേന്ദ്ര സർക്കാർ തന്നെയാണെന്നാണ് BV നാഗരത്ന പറഞ്ഞു വെച്ചത്. അതായത് നമുക്ക് കൃഷ്ണദാസ് അടക്കമുള്ളവർ, സജീവൻ അടക്കമുള്ളവർ കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിച്ച ചില ചോദ്യങ്ങൾ ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഈ റാലിയിലൂടെ ഇന്ത്യ സഖ്യം അതിൻ്റെ കരുത്ത് അറിയിച്ചിരിക്കുകയാണ്. അപ്പോഴും പറയുന്നത് ഇനിയെങ്കിലും BJPക്ക് സ്ഥിര നിക്ഷേപമായി മാറാതെ, സേഫ് അക്കൗണ്ടായി മാറാതെ കൃത്യമായ നിലപാടെടുത്തു പോകൂ കോൺഗ്രസ് എന്നാണ് പറയുന്നത്. ശ്രീ വേണു. സിജു, വളരെ കുറഞ്ഞ സമയമാണ് എനിക്ക് തന്നത്. അപ്പോൾ ഒരു 2 മിനിറ്റ് തരും എന്നുള്ള പ്രതീക്ഷയിലാണ്. കാരണം അതാണല്ലോ ഒരു ജനാധിപത്യ മര്യാദ. അതെ, താങ്കൾക്ക് പറയാം. ഞാൻ ആദ്യം തന്നെ കൃഷ്ണദാസ് സാറിന് ഒരു മറുപടി പറയാനായിട്ട് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ അഴിമതിക്കെതിരെയാണല്ലോ നിങ്ങൾ വല്ലാത്ത രീതിയിൽ ഇപ്പോൾ ഇന്ത്യയിൽ പോരാട്ടങ്ങൾ നടത്തുന്നത്. നല്ല കാര്യം, ആ കാര്യത്തെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. ഞങ്ങൾ വളരെ ലളിതമായിട്ട് ചോദ്യം ചോദിക്കുന്നത്, ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ട് അത് എന്ത് കാരണത്താൽ നിങ്ങൾ മരവിപ്പിക്കുന്നു? നിങ്ങൾ പറയുന്നു ഞങ്ങൾ 135 കോടി രൂപ കൊടുക്കാനുണ്ട്. ശരി, എന്തിനാ ഞങ്ങളുടെ 270 കോടി രൂപ മരവിപ്പിക്കുന്നത്? ഇപ്പോൾ എന്തിനാണ് ഞങ്ങൾക്ക് 1816 കോടി രൂപയുടെ നോട്ടീസ് തന്നിരിക്കുന്നത്? അപ്പോൾ അതൊന്നും സത്യസന്ധമായ ഒരു കാര്യമല്ല. ഞാൻ വീണ്ടും അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഇന്ത്യയിൽ നിന്ന് പോയിരിക്കുന്ന വളരെ പ്രമുഖരായിട്ടുള്ള ചില ആളുകളുണ്ട്. പ്രമുഖർ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ കൊള്ളയടിച്ചു പോയ ഇമ്പോർട്ടന്റ് പേഴ്സൺ എന്നുള്ള അർത്ഥത്തിലല്ല. അത് നീരവ് മോദിയുണ്ട്, ലളിത് മോദിയുണ്ട്, വിജയ് മൽഹോത്രയുണ്ട്, വിജയ് മല്യയുണ്ട്. ഇവരൊക്കെ ഈ രാജ്യത്ത് നിന്ന് കൊണ്ടുപോയിരിക്കുന്ന തുകകൾ എത്രയോ കോടാനുകോടികളാണ്. അവിടെ നിൽക്കട്ടെ, ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകൾ ഈ രാജ്യത്തിന് കൊടുക്കാനുള്ള നികുതിയുടെ ഒരു കണക്ക് എത്രയാണെന്ന് അറിയുമോ? ഏതാണ്ട് 29,000 കോടി, അങ്ങനെ ഒരു കണക്കാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. ഞാൻ സബ്ജക്ട് ടു കറക്ഷൻ. ഞാൻ ചോദിക്കുന്നത്, ഇവരുടെ ആരുടെ അക്കൗണ്ടുകൾ നിങ്ങൾ മരവിപ്പിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വൻകിട കമ്പനി നിങ്ങൾ ഇൻകം ടാക്സ് കൊടുത്തിട്ടില്ല, കോർപ്പറേറ്റ് ടാക്സ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് ഇനി പ്രവർത്തിക്കാൻ പാടില്ല എന്ന രീതിയിൽ നിങ്ങൾ മരവിപ്പിച്ചിട്ടുണ്ടോ? അപ്പം നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഈ അക്കൗണ്ട് മരവിപ്പിക്കൽ തന്ത്രവുമായിട്ട് നിങ്ങൾ വളരെ യാദൃശ്ചികമായി സംഭവിച്ചത്, നിഷ്കളങ്കമായി
നിഷ്കളങ്കമായിട്ട്, അങ്ങനെ നിഷ്കളങ്കമായിട്ടൊന്നുമല്ല സാർ. ഇത് കോൺഗ്രസിനെയും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയെയും ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പാടില്ല, ഞങ്ങളെ ദുർബലപ്പെടുത്തുക. ഇന്ന് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ നിങ്ങൾ മാച്ച് ഫിക്സ് ചെയ്തിരിക്കുന്നു. നിങ്ങൾ മാച്ച് നടത്തുന്ന അമ്പയർമാരെ കൊണ്ട് നിങ്ങൾ അത് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ആ ഫിക്സ് ചെയ്തതിന് ശേഷം ഞങ്ങളെ ഔട്ടാക്കാനുള്ള തന്ത്രങ്ങൾ നിങ്ങൾ നേരത്തെ തന്നെ ആക്കിയിരിക്കുന്നു. ഒന്ന്, ഞാൻ അങ്ങയെ ഓർമ്മപ്പെടുത്തുന്നു, ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ നേതാവ് കൈക്കൂലി വാങ്ങിയതിന് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആള് കൃഷ്ണദാസ് സാർ മറക്കരുത്, അങ്ങയുടെ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ ബംഗാരു ലക്ഷ്മണ. വാങ്ങിയ തുകയും വളരെ ചെറുതായിരുന്നു, 1 ലക്ഷം രൂപയെ മേടിച്ചുള്ളൂ. CBI നേരെ പിടിച്ച് 4 കൊല്ലത്തേക്ക് അദ്ദേഹത്തെ ശിക്ഷിച്ചതാണ്. അഴിമതിക്കെതിരെയുള്ള നിങ്ങളുടെ ഈ പോരാട്ടത്തിന്റെ, നിങ്ങളുടെ ഈ വാദഗതി എന്ന് പറയുന്നത് അത് ഒട്ടും സത്യസന്ധമായ ഒരു കാര്യമല്ല. നിങ്ങൾക്ക് അഴിമതി തടയുക എന്നുള്ള ഉദ്ദേശമൊന്നുമല്ല, മറിച്ച് നിങ്ങൾ ഈ അന്വേഷണ ഏജൻസികളെ മുഴുവൻ അഴിച്ചുവിട്ടുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുക. 1. 2, ഇനി ശ്രീ അനിൽകുമാർ ചോദിച്ച ഒരു ചോദ്യം, കോൺഗ്രസ് നിന്ന് ആളുകൾ, ഞങ്ങളുടെ 12 മുഖ്യമന്ത്രിമാർ പോയി. ഞാൻ അനിൽകുമാറിനെ ഓർമ്മപ്പെടുത്തുന്നു, അനിൽകുമാറെ, ഞങ്ങൾ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും ഭരിച്ചിട്ടുള്ളവരാണ്. ചില സംസ്ഥാനങ്ങളിലൊക്കെ ഞങ്ങൾക്ക് 10, 15, 20 മുഖ്യമന്ത്രിമാരുണ്ട്. അങ്ങനെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 200 മുഖ്യമന്ത്രിമാരെങ്കിലും ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങൾ ഭരിച്ചിട്ടുണ്ട്. 12 പേര് പോയി, ഓക്കെ. ഞങ്ങൾ ഇന്ത്യയിൽ 543 ഇതിനകത്ത് എനിക്ക് ഇടപെടാതിരിക്കാൻ പറ്റുന്നില്ല. ശ്രീ സേനാപതി വേണു, താങ്കൾ വളരെ ലാഘവത്തോട് പറയുകയാണ് ഞങ്ങളുടെ എത്ര മുഖ്യമന്ത്രിമാർ ഉണ്ടായിരുന്നു, അവരൊക്കെ തന്നെയാണ് BJP-യിലേക്ക് പോയത്. അത് തന്നെയാണ് ഇവിടെ ആരോപണം ഉയരുന്നത്. നിങ്ങൾ ഇങ്ങനെ സ്ഥിര നിക്ഷേപം ആകാതെ ഇരിക്കൂ, നിങ്ങൾ BJP-ക്കുള്ള സേഫ് അക്കൗണ്ട് ആകാതെ ഇരിക്കൂ എന്ന് തന്നെയാണ് അനിൽകുമാറും അടക്കമുള്ളവർ പറയുകയും ചെയ്തത്. സിജു, ഞങ്ങളല്ല BJP-ക്കുള്ള സേഫ് അക്കൗണ്ട്. BJP-ക്കുള്ള സേഫ് അക്കൗണ്ട് 2 സംസ്ഥാനത്തെ CPM പാർട്ടിയാണ്. ആ പാർട്ടി അപ്പാടെ BJP-യിൽ ചേക്കേറി. ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന വോട്ട് എന്ന് പറയുന്നത് കൃഷ്ണദാസ് പറഞ്ഞ ശ്രീ അനിൽകുമാർ, താങ്കൾക്ക് ഒരുപക്ഷെ ഇത് പറയാമെന്ന് തോന്നുന്നു. കാരണം നേരത്തെ കൃഷ്ണദാസ് പറഞ്ഞതും ശ്രീ സേനാപതി വേണു പറഞ്ഞതും ഒരേ കാര്യം തന്നെയാണ്. ഈ ത്രിപുരയും ബംഗാളുമാണ് രണ്ടുപേരും ഉദാഹരണമായി എടുത്തു പറയുകയും ചെയ്തത്. അപ്പോൾ ഇതിൽ പറയാതെ ശ്രീ സേനാപതി വേണു, താങ്കൾ സമ്മതിക്കുന്നുണ്ട് താങ്കളുടെ പാർട്ടിയിലെ നേതാക്കന്മാർ BJP-യിലേക്ക് പോകുന്നുണ്ട്, അത് പറയാതെ സമ്മതിച്ചുകൊണ്ടാണ് താങ്കൾ ഇത് പറയുന്നത്. അതിനെ കവച്ചു വെക്കാൻ വേണ്ടി ബംഗാളിന്റെയും ത്രിപുരയുടെയും കാര്യം എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശ്രീ അനിൽകുമാർ, താങ്കൾക്ക് ഇതിനൊരു മറുപടി കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. സിജു, സിജു സമയം എനിക്ക് തന്നില്ല എങ്കിൽ ഇനി നമ്മൾ താങ്കൾ ചോദിച്ച ചോദ്യം, താങ്കൾ പറഞ്ഞതിന് ചോദ്യം ചോദിച്ചു, BJP-യിലെ ത്രിപുരയിലെയും കാര്യം താങ്കൾ പറയുകയും ചെയ്തു. അനിൽകുമാർ ഒക്കെ 10, 15 മിനിറ്റ് താങ്കൾ ചോദിച്ചോളൂ. സമയം വളരെ സമയം വരുന്നത്, താങ്കൾ ചോദിച്ചോളൂ, വളരെ പെട്ടെന്ന് തന്നെ ചോദിച്ചോളൂ. എനിക്ക് ആകെ കിട്ടിയ 2 മിനിറ്റ് ചർച്ചയിൽ എന്റെ പാർട്ടിയുടെ കാര്യങ്ങൾ പറയാൻ അങ്ങ് സമയം തരുന്നില്ല. താങ്കൾ പറയൂ, വളരെ സമയപരിധി ഞാൻ വരുന്നില്ലാന്നേ ഉള്ളൂ. ഞാൻ അങ്ങ് നയിക്കുന്ന ചർച്ചയിൽ വരുന്നില്ലാന്നേ ഉള്ളൂ. താങ്കൾ പറഞ്ഞോളൂ. ഞാൻ അങ്ങ് പറഞ്ഞല്ലോ, ഇവിടെ അനിൽകുമാർ സൂചിപ്പിച്ച ഒരു ചോദ്യമുണ്ട്. കേരളത്തിലെ 3 മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ CPM-ൽ ചേർന്നു. ഞാൻ ചോദിക്കുന്നു, കേരളത്തിൽ നിന്ന് MLA-മാരായി തെരഞ്ഞെടുക്കപ്പെട്ട ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ, MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ, മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ BJP ചേർന്ന ചരിത്രമുണ്ടോ? ഇത് 3ഉം CPM-നുണ്ട്. അത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ജയിച്ച, CPM പിന്തുണയോടുകൂടി ജയിച്ച അൽഫോൻസ് കണ്ണന്താനം. അപ്പൊ നിങ്ങൾ പറയും അദ്ദേഹം പിന്തുണയോടുകൂടിയേ മത്സരിച്ചുള്ളൂ. അങ്ങനെ പിന്തുണയോടുകൂടി മത്സരിച്ച ആളാണ് ഇപ്പൊ ജോയിസ് ജോർജ് ഇടുക്കിയിലും KS ഹംസ പൊന്നാനിയിലും മത്സരിക്കുന്ന, അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ മത്സരിക്കുന്നത്. ഇപ്പൊ അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ മത്സരിച്ചേനാം. അദ്ദേഹമാണ് BJP-യിൽ പോയി ചേർന്നത്. നിങ്ങളുടെ മുൻ MP ആണ് അബ്ദുള്ളക്കുട്ടി. MP ആയത് ഞങ്ങളുടെ പാർട്ടിയിലൂടെ അല്ല, നിങ്ങളുടെ മുൻ MP ആണ്. അദ്ദേഹം കോൺഗ്രസിൽ വന്നു എന്നുള്ളത് ശരിയാ, അദ്ദേഹമാണ് BJP-യിൽ പോയത്. നിങ്ങളുടെ മുൻ മന്ത്രിയായിരുന്നു ശിവദാസ മേനോൻ. ആ ശിവദാസ മേനോൻ CPM വിട്ട് BJP മുന്നണിയിൽ ചേർന്നത് നിങ്ങളുടെ ആളുകളാണ്. ഏതായാലും സമയപരിമിതി മൂലം ഞാൻ ഇടപെടുകയാണ് ശ്രീ സേനാപതി വേണു. എന്നാലും ഇവിടെ താങ്കൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാജ്യം വല്ലാത്ത ഈ താങ്കളുടെ സഖ്യത്തിലുള്ള പാർട്ടികൾ തന്നെ എന്തുകൊണ്ട് ഈ സഖ്യത്തിലേക്ക് വന്നു? രാജ്യത്ത് സംഘപരിവാർ രാഷ്ട്രീയം ഉയർത്തുന്ന വല്ലാത്ത ഭീഷണി, താങ്കളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം അടക്കം വല്ലാത്ത അസ്തിത്വ പ്രതിസന്ധി നേരിടുന്നത്, രാഷ്ട്രീയ നേതാക്കൾ ഈ പാർട്ടിയിൽ തുടരുമോ എന്നുള്ള കാര്യത്തിൽ സംശയങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം. അങ്ങനെ 2024 തെരഞ്ഞെടുപ്പ് രാജ്യത്തെ സംബന്ധിച്ച്, രാഷ്ട്രീയ പാർട്ടികൾക്ക് സംബന്ധിച്ച് നിർണായകമാകുന്ന സാഹചര്യത്തിൽ താങ്കൾ ഇങ്ങനെ ബാലിശമായ കാര്യങ്ങൾ പറയുന്നതാണ് പ്രശ്നം. വളരെ പെട്ടെന്ന് തന്നെ ഈ ചർച്ച അവസാനിപ്പിക്കാം. ശ്രീ അനിൽകുമാർ, വളരെ ഒരു 10 സെക്കൻഡിനുള്ളിൽ താങ്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. സെക്കൻഡിൽ 15 കൊല്ലം എന്തായാലും ത്രിപുരയിലും ബംഗാളിലും CPM രാജേന്ദ്രൻ 15 കൊല്ലം CPM-ന്റെ MLA ആയ രാജേന്ദ്രൻ. ശ്രീ സേനാപതി വേണു, അഡ്വക്കേറ്റ് KL കുമാർ മറുപടി പറഞ്ഞുകൊണ്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. എന്തായാലും
ബംഗാളിലും ത്രിപുരയിലും സ്ഥിതി എന്താണ്? CPM-ൻ്റെ പിന്നാലെയാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. CPM ഉൾപ്പെടുന്ന മുന്നണി അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിട്ട് ധാരണയിലാണ് മത്സരിക്കുന്നത്. കൂടുതൽ സീറ്റിലാരാണ് മത്സരിക്കുന്നത്? CPM ആണ്. അതിനർത്ഥം എന്താണ്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ത്രിപുരയിൽ കൂടുതൽ സീറ്റിലാരാണ് മത്സരിച്ചത്? CPM ആണ്. ഞങ്ങളാകെ അങ്ങോട്ട് പോയിട്ടുണ്ട്, പിന്നെ ഞങ്ങളെങ്ങനെയാണ് അവിടെ നിലനിൽക്കുന്നത്? അപ്പോൾ ത്രിപുരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ആയിരുന്നത് കോൺഗ്രസ് ആണ്, CPM കഴിഞ്ഞാൽ. അതൊന്നാകെ BJP-യിലേക്ക് പോയത് കൊണ്ടാണ് 1% വോട്ടുണ്ടായിരുന്ന BJP-ക്കാർ അവിടെ ഭരണം പിടിക്കുന്നതിലേക്ക് എത്തിയത്. ബംഗാളിൽ നിങ്ങളായിരുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി. ആ രാഷ്ട്രീയ പാർട്ടി തകരുന്ന ഒരു ശൂന്യതയിലാണ് തൃണമൂൽ കോൺഗ്രസ് അവിടെ കയറി വന്നത്. ആ തൃണമൂൽ കോൺഗ്രസും നിങ്ങളും BJP എല്ലാം കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അവിടെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ആളുകളെ കൊന്നു. സ്വാഭാവികമായും ഞങ്ങളുടെ ആളുകൾക്ക് ആ സമയത്ത് പോരാട്ടമാണ്. ഇന്നത്തെ റാലിയുമായി ബന്ധപ്പെട്ട വല്ലാത്ത ഒരു ദിശാബോധം, ഒരു ആത്മവിശ്വാസം പ്രതിപക്ഷ പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിന് കൈവരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കോൺഗ്രസിനോട് ഇന്ത്യ മുന്നണി സഖ്യത്തിലുള്ള പാർട്ടികൾ തന്നെ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ഇവിടെ BJP ഇപ്പോഴും തുടരുന്ന ഈ വേട്ടയാടൽ രാഷ്ട്രീയം ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ഈ സമയപരിമിതി മൂലം ഈ ചർച്ചയുടെ അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.